പുത്രൻ എൻ്റെ ആദ്യജാതൻ തന്നെ. മലാക്കി പ്രവചനം 3-ാമത്തെ അധ്യായം അതിന്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കും എന്ന് സൈനികരുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. വായിച്ചു കേട്ട 2 വേദഭാഗങ്ങൾ ദൈവം ധാരാളമായിട്ട് നമുക്ക് അനുഗ്രഹിച്ച് നൽകുമാറാകട്ടെ. പഴയ നിയമ പുസ്തകത്തിൽ ദൈവത്തിന്റെ ജനം എന്ന് അറിയപ്പെടുന്ന ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച 2 വാക്യങ്ങളാണ് നാം വായിച്ചത്. അടിമത്തത്തിൽ അവരെ വിടുവിക്കുവാനായിട്ട് മോശയെ ദൈവം അയക്കുമ്പോൾ പറയുന്ന വാക്ക് ഇസ്രായേൽ എന്റെ പുത്രൻ എന്നാണ്. പഴയ നിയമത്തിൽ യഹോവ ഇസ്രായേൽ മക്കളെ തന്റെ പുത്രൻ എന്ന് സംബോധന ചെയ്തിട്ടുണ്ട്. പിതാവ് നിലയിൽ അവരെ സംരക്ഷിച്ച് പരിപാലിച്ച് നടത്തി. എന്നാൽ പിൽക്കാലത്ത് അവരാ ബഹുമാനം ദൈവത്തിന് കൊടുക്കാതെ അവർ ഇഷ്ടം പോലെ ജീവിച്ച ഒരു സന്ദർഭം ഉണ്ടായി. പല പ്രാവശ്യം അങ്ങനെ സംഭവിച്ചു. ആ സന്ദർഭങ്ങളൊക്കെ ദൈവം അവരെ മറ്റു ജാതികൾക്ക് അടിമകളായിട്ട് അനുവദിച്ചു കൊടുത്തു. അങ്ങനെ കർത്താവ് അവരെ ശിക്ഷിച്ച് ശുദ്ധീകരിച്ച് മടക്കി വരുത്തി. ഒരിക്കൽ അവരെ പിന്നെയും പ്രവാസത്തിൽ മടങ്ങി വന്ന് ഏതാണ്ട് 1 നൂറ്റാണ്ട് വളരെ വിശ്വസ്തമായിട്ട് ജീവിച്ച് ദൈവാലയ ശുശ്രൂഷകളും ആത്മീയകാര്യങ്ങളും ഭംഗിയായി ചെയ്ത് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി പോകുന്ന ഒരു സന്ദർഭം ഉണ്ടായി. അതിന്റെ അവസാനം വീണ്ടും മുൻപിലത്തെ പോലെ അവർക്ക് പരാജയമുണ്ടായി. ആ കാര്യമാണ് ഈ മലാഖി പ്രവാചകൻ മുഖാന്തരം ദൈവം അവരെ ഓർപ്പിക്കുന്നത്. അതിന്റെ 1-ാമത്തെ അധ്യായത്തിലൊക്കെ ചോദിക്കുന്നു, ഞാൻ പിതാവാണെങ്കിൽ അപ്പനാണെങ്കിൽ എന്നോടുള്ള സ്നേഹം എവിടെയാ? ഞാൻ യജമാനാണെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെയാ? വളരെ ദുഃഖത്തോടെ ദൈവം അവരോട് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോഴും ആ നാളുകളിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരുപറ്റം ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എപ്പോഴും അങ്ങനെയാണല്ലോ, എല്ലാവരും ഒരുപോലെ പ്രമാണം ലംഘിക്കുന്നവരല്ല. ഒരു ശേഷിപ്പ് ഏത് കാലത്തും ഉണ്ടായിരിക്കും. അവരെ കുറിച്ച് വായിക്കുന്നത് ഇതിന്റെ തന്നെ 16-ാമത്തെ വാക്യത്തിൽ യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു. യഹോവ ഭക്തന്മാർ എന്ന് പറഞ്ഞാൽ those who fear the Lord, ദൈവത്തെ ഭയപ്പെടുന്നവർ. എല്ലാവരും ഒരുപോലെയല്ല. ഒരുപറ്റം ആളുകൾ പ്രമാണം ലംഘിച്ച് ജീവിക്കുമ്പോൾ അവിടെ ദൈവത്തെ ഭയപ്പെടുന്ന ചിലരുണ്ടായിരുന്നു. അവർ തമ്മിൽ തമ്മിൽ സംസാരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. അത് കർത്താവ് കേട്ടു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ വായിക്കുന്നത് ഒരു സമയം വരുന്നു, ആ സമയത്ത് അപ്പനെ ബഹുമാനിച്ച മകനെ എന്ന പോലെ ഞാൻ അവരെ ബഹുമാനിക്കും, ഞാൻ അവരെ ആദരിക്കുമെന്ന് പറയുന്നതാണ് നാം ഇപ്പോൾ വായിച്ച വേദഭാഗം. അവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു ബഹുമാനവും ആദരവും അവർക്ക് ലഭിക്കുമെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും അഥവാ ദൈവത്തിന്റെ സഭയാകുന്ന ദൈവജനം ഈ വാക്യത്തെ എങ്ങനെയാണ് ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ കഴിയുന്നത് എന്നാണെന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. നമ്മെ സംബന്ധിച്ച് മക്കളെന്ന പദവി നമുക്ക് ഇല്ലായിരുന്നു. മക്കളെന്ന് പോയി നമുക്കില്ലായിരുന്നു പറഞ്ഞാൽ ജന്മേ തന്നെ സകല മനുഷ്യരും പാപികളായി ജനിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പാപിയായി ജനിച്ച മനുഷ്യന് ഒരു പ്രതിത്വമുണ്ട്, ഒരപ്പനുണ്ട്. ആ അപ്പനാരെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് തന്റെ പിന്നാലെ വന്ന യഹൂദന്മാരെ നോക്കി പറഞ്ഞ കാര്യമാണ്. അത് വാശി കേൾപ്പിച്ചാട്ടെ. യോഹന്നാൻ 8:44. രക്ഷിക്കപ്പെടാത്തവരുടെയൊക്കെ അപ്പൻ ആരാ? നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. ഇവിടെ കർത്താവ് പറഞ്ഞത് നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ. തന്റെ പിന്നാലെ അത്ഭുതം കാണുവാനും വചനം കേൾക്കുവാനും അപ്പം തിന്നുവാനും കുറ്റം കണ്ടുപിടിക്കുവാനും അങ്ങനെ പിന്നാലെ വന്ന ആൾക്കാരുടെ മഹത്വമൊക്കെ പറയുകയാണ് നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ. ഈ പറഞ്ഞത് ലോകത്തിലെ സർവ്വ മനുഷ്യരെ സംബന്ധിച്ച് സത്യമായിരിക്കുന്ന കാര്യമാണ്. ഇവിടെ ജനിച്ച സകല മനുഷ്യരും പാപികളായി ജനിച്ചുവെന്ന ഏക കാരണത്താൽ അവരുടെ ആത്മീയ പിതാവ് പിശാചിന്റെ മക്കളായി ജനിച്ചു. പിശാചിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നു. നാം സാറ് പറയുന്നത് പോലെ പാപിയായി ജനിച്ച് പാപിയായി ജീവിച്ച്
പാപിയായിട്ട് മരിക്കുമ്പോൾ പാപി ചെല്ലുന്നിടം പാതാളം എന്ന് സാധാരണ പഴഞ്ചൊല്ലിട്ട് ആൾക്കാർ പറയാനുള്ളത് അത് ബൈബിളിലെ വാക്യമാണ്. യോബിന്റെ പുസ്തകത്തില് ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാപിയായി ജനിച്ച മനുഷ്യൻ പിശാചിന്റെ മകനായതുകൊണ്ട് അവന്റെ അന്ത്യം നരകത്തിലാ, സംശയമൊന്നുമില്ല. അങ്ങനെ പോകേണ്ടിയിരുന്ന നമ്മള് കർത്താവ് സ്നേഹിച്ചാണ് ഇത്രയും നേരം ഇവിടെ പാടിക്കൊണ്ടിരുന്ന പാട്ടും കഴിഞ്ഞ 3 ദിവസം ദേവദാസന്മാരിവിടെ പറഞ്ഞ വിഷയവും. കർത്താവിന്റെ സ്നേഹം വെളിപ്പെട്ട ഒരു സ്ഥലമാണ് കാൽവരി ക്രൂശ് എന്ന് പറയുന്നത്. നിത്യത്തിലെ നമ്മളെ സ്നേഹിച്ച കർത്താവ് ആ സ്നേഹം യഥാർത്ഥമായിട്ട് വെളിപ്പെടുത്തിയത് കാൽവരിയിലെ ക്രൂശിലായിരുന്നു. തന്റെ ജീവൻ തന്ന് നമ്മെ സ്നേഹിച്ച് ആ സ്നേഹം വെളിപ്പെടുത്തി. അത് തന്റെ മരണ അടക്ക പുനരുത്ഥാനം എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായിരുന്നുവെന്ന് ഏതൊരു വ്യക്തി വിശ്വസിക്കുന്നുവോ അവർക്ക് ദൈവത്തിന്റെ മക്കളായി തീരുവാൻ സാധിക്കും. വാക്യം വായിക്കാതെ എല്ലാവർക്കും അറിയാവുന്ന വാക്യം ഞാൻ പറയട്ടെ. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അധികാരം കൊടുത്തു. ജന്മനാ ലഭിച്ച പദവി എന്ന് പറയുന്നത് പിശാചിന്റെ മക്കൾ എന്ന പദവിയാണ്. അത് നാം ആഗ്രഹിക്കാത്തതാണ്, നമുക്ക് ലഭിച്ചു പോയതാ. എന്നാൽ ദൈവത്തിന്റെ മക്കൾ എന്ന പോലെ ലഭിക്കണമെങ്കിൽ നിശ്ചയമായിട്ടും യേശുക്രിസ്തു എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് മരിച്ചു, അടക്കപ്പെട്ട് ജീവിക്കുന്നുവെന്ന് വിശ്വസിച്ചെങ്കിൽ മാത്രമേ മതിയാകത്തുള്ളൂ. അങ്ങനെ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മക്കളെന്ന പദവിയിലേക്ക് നമ്മൾ വരും. അപ്പോൾ നമുക്കൊരു സ്ഥാനത്തിൽ വ്യത്യാസം ഉണ്ടായി. എന്തുണ്ടായി? പിശാചിന്റെ മക്കൾ അവസ്ഥയിൽ നിന്ന് ദൈവത്തിന്റെ മക്കളായി നാം തീർന്നു. ദൈവത്തെ നമ്മൾ പിതാവെന്ന് വിളിക്കാനുള്ള അധികാരം നമുക്കുണ്ടായി. കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടല്ലോ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് ആർക്കെങ്കിലും വിളിക്കണമെങ്കിൽ രക്ഷിക്കപ്പെടാതെ വിളിച്ചാൽ യാതൊരു പ്രയോജനവുമില്ല. രക്ഷിക്കപ്പെടാത്തവർക്ക് സ്വർഗത്തെ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കാൻ അവകാശമില്ല. ദൈവമെന്ന് വിളിക്കാം. ദൈവം സകലരുടെയും സൃഷ്ടാവാ. ദൈവം സകലരുടെയും പരിപാലകനാണ്. ദൈവം സകലർക്കും മഞ്ഞും മഴയും വെയിലും കാറ്റും വായുവും എല്ലാം ധാരാളമായിട്ട് ഔദാര്യമായിട്ട് കൊടുക്കുന്നവനാ. മാത്രമല്ല കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്നവനാ. ആ നിലയിൽ ദൈവം എല്ലാവരുടെയും ദൈവമാണ്. പക്ഷേ ദൈവം എല്ലാവരുടെയും പിതാവല്ല. എന്നെ കേൾക്കുന്ന രക്ഷിക്കപ്പെട്ടു എന്ന് ഉറപ്പില്ലാത്തവരോട് വളരെ സ്നേഹത്തോടെ പ്രാരംഭമായി തന്നെ പറയട്ടെ, ജന്മന താങ്കൾ പിശാചിന്റെ മകനാണ് അല്ലെങ്കിൽ മകളാണ്. പാപം ചെയ്തതുകൊണ്ട് പാപിയായതല്ല, ജന്മന തന്നെ പാപിയായി ജനിച്ചതുകൊണ്ട് ആത്മീയമായിട്ട് താങ്കളുടെ പിതാവ് പിശാചാണ്. അങ്ങനെയാണെങ്കിൽ പിശാചിന്റെ മക്കളായിട്ട് ജനിച്ച് പിശാചിന്റെ മക്കളായിട്ട് വളർന്ന് പിശാചിന്റെ മക്കളായിട്ട് മരിച്ചാൽ പിശാചിനും ആ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവാൻ സാധിക്കത്തുള്ളൂ. പിതാവിന്റെ ഭവനത്തിൽ മാത്രമേ പോകുവാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ആരും പോകുവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ദേശത്ത് ഒരു പ്രാവശ്യം കൂടെ കർത്താവ് ഈ സത്യ സുവിശേഷം യഥാർത്ഥമായിട്ട് കേൾക്കുവാൻ ദേശവാസികൾക്ക് അവസരം നൽകുന്നത്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം സ്നേഹിക്കുന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഒരു പ്രാവശ്യം കൂടെ ഈ സുവിശേഷം ഈ ദേശത്ത് അറിയിക്കുവാൻ അവസരം ഞങ്ങൾക്ക് തന്നു, കേൾക്കുവാൻ അവസരം നിങ്ങൾക്ക് തന്നു. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക, കർത്താവായ യേശുക്രിസ്തു താങ്കളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ക്രൂശിൽ മരിച്ച് ഭൂമിയിൽ അടക്കപ്പെട്ട് 3-ാം ദിവസം എഴുന്നേറ്റ് സ്വർഗത്തിൽ നിന്ന് ജീവിക്കുന്നു. ഇന്നലെ ലോകത്തിലെ സകല ആൾക്കാരും ഒരുപോലെ ആഘോഷിച്ച ദിവസമാണല്ലോ യേശുവിന്റെ മരണം എന്ന് പറയുന്നത്. ഇതൊരു ദേശത്ത് ആൾക്കാർക്ക് വേണ്ടി സംഭവിച്ച കാര്യമല്ല, ഏതെങ്കിലും ജാതിക്ക് വേണ്ടി സംഭവിച്ച കാര്യമല്ല. സർവ മാനവജാതിയുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തുന്നുള്ളത് എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന, മനസ്സിലാക്കുന്ന, അറിഞ്ഞിരിക്കുന്ന ഒരു സത്യമാണ്. അത് മനസ്സിലാക്കിയാൽ പോരാ, അംഗീകരിച്ചാൽ പോരാ, വ്യക്തിപരമായിട്ട് വിശ്വസിക്കണം. വ്യക്തിപരമായി വിശ്വസിക്കണം. എന്നെ കേൾക്കുന്നവരാണെങ്കിലും ഇന്നുവരെയും യേശുവിനെ കർത്താവായി സ്വീകരിച്ച് വ്യക്തിപരമായി വിശ്വസിച്ച് പാപമോചനം പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ ഒരു നല്ല അവസരം കർത്താവ് നിങ്ങൾക്ക് തരികയാണ്. അങ്ങനെ വിശ്വസിച്ച് ദൈവത്തിന്റെ മക്കളായിട്ട് തീരണം. വിളിക്കുന്ന വിശ്വാസത്തോട് ഞാൻ പറയട്ടെ, നാം വിശ്വസിച്ചു, രക്ഷിക്കപ്പെട്ടു, ദൈവത്തിന്റെ മക്കളായി. മക്കളെന്ന പദവി നമുക്ക് തന്നിരിക്കുന്നത് അപ്പനെ ബഹുമാനിച്ചും ആദരിച്ചും ജീവിക്കുവാൻ വേണ്ടിയാണ്. മക്കൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, പത്രോസിൽ ലേഖനം എഴുതുമ്പോൾ പത്രോസ് പറയുകയുണ്ടായി. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകും. മക്കളായതുകൊണ്ട് പറയുന്നു, അനുസരണമുള്ള
മക്കളായി എല്ലാ നടപ്പിലും അവൻ നമ്മളെ മക്കളാക്കി. ഒരു ഭാഗ്യവാൻ നാം കരുതണം. ഉത്തരവാദിത്തങ്ങൾ ഏറെ ഉണ്ട്. അവൻ ആവശ്യപ്പെടുന്നത് അപ്പനെ അനുസരിച്ച് അപ്പന്റെ പിന്നാലെ ജീവിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അനുസരണമുള്ള മക്കളായി എല്ലാ മേഖലകളിലും ജീവിപ്പാൻ നാം ബാധ്യസ്ഥരാ. അനുസരണക്കേട് കാണിച്ചാൽ ഒരു കാരണവശാലും മക്കൾ എന്ന പദവി നഷ്ടപ്പെട്ടു പോകുകയില്ല. നമുക്കറിയാമല്ലോ, ചില മക്കൾ അനുസരണമില്ലാതെ ജീവിച്ചാൽ പ്രയാസം വരുമ്പോൾ അപ്പനും അമ്മയും പറയാറുണ്ട്, ഈ അനുസരണം കെട്ടവൻ എന്ന് പറയാറില്ലേ? അതുപോലെ പറയുമെന്നേ ഉള്ളൂ. ദൈവത്തിന് ദുഃഖമാണ്. ഞാനും നിങ്ങളും അനുസരണമില്ലാതെ ജീവിച്ചാൽ നിശ്ചയമായിട്ടും രക്ഷ നഷ്ടപ്പെടുകയല്ല, സ്ഥാനം നഷ്ടപ്പെടുകയല്ല. ദൈവത്തിന് ദുഃഖമായിട്ട് അനുസരണം കെട്ട മക്കൾ എന്നുള്ള പേരിന് നാം ഉടമകളായി തീരും. അങ്ങനെ വരുവാനായിട്ട് പാടില്ല. അനുസരിക്കുവാൻ കഴിയുന്ന കാര്യം മാത്രമേ എന്നെ നിങ്ങളെയും കർത്താവ് ഏൽപ്പിച്ചുള്ളൂ. രണ്ടാമത്തെ കാര്യം, അങ്ങനെ അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നാം ഈ ഭൂമിയിലെ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് പലപ്പോഴും പലരും പറയുന്നത്. അതിന് കാരണമുണ്ട്. പൗലോസ് അതിന് കാരണം പറഞ്ഞിരിക്കുന്നത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ താൻ വേറൊരു കാര്യം പറയുന്നത് എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുമെന്ന മക്കൾ എന്ന നിലയിൽ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിച്ച് കേൾപ്പിച്ചാട്ട്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ ഈ തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന് നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാ പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. ദൈവത്തിന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജോസികളെ പോലെ ജീവിപ്പാൻ ആവശ്യപ്പെടുക. താൻ പറയുന്നത് ഈ ലോകം വക്രതയും കോട്ടവുമുള്ള തലമുറ വാക്കുന്ന ലോകമാണ്. അവിടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഒരല്പം ബുദ്ധിമുട്ടായിട്ട് തോന്നാമെങ്കിലും താൻ പറയുന്നത് അങ്ങനെയല്ല. നിശ്ചയമായിട്ടും ദൈവം നമ്മളെ സഹായിക്കും. അനുസരണമുള്ള മക്കൾക്ക് നിഷ്കളങ്ക മക്കളായിട്ട് ഉയരുവാൻ സാധിക്കും. പ്രിയ സഹോദരന്മാരെ പറയട്ടെ, കർത്താവിന് അനുസരിപ്പാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. യോഹന്നാൻ പറയുന്നു, അവന്റെ കൽപ്പനകളൊന്നും ഭാരമുള്ളവയല്ല. ഭാരമുള്ള കാര്യം എന്നെ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് അത് ചെയ്യുവാൻ കഴിയാതെ കഷ്ടപ്പെടുന്നത് കണ്ട് സന്തോഷിക്കുന്ന ഒരു ക്രൂരനായ മനുഷ്യനാണ് നമ്മുടെ കർത്താവ്. അവൻ സ്നേഹമുള്ളവനാ. ചെയ്യാവുന്ന കാര്യം മാത്രമേ ഏൽപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് അവനെ സ്നേഹിക്കാം. മാത്രമല്ല നിഷ്കളങ്ക മക്കളായിട്ട് ജീവിക്കാം. അങ്ങനെ വരുമ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പിന്നെ ഉയരും. വാക്യം വായിക്കാൻ ഞാൻ പറയാം. എല്ലാവർക്കും അറിയാതെ വാക്യമാണല്ലോ. പൗലോസ് പറഞ്ഞു എഫെസസിലെ വിശ്വാസികളോട്, പ്രിയ മക്കളായി ദൈവത്തെ അനുകരിപ്പീൻ. അപ്പോൾ മക്കൾ എന്ന പദവി നമുക്ക് ദാനമായി ലഭിച്ചു. അത് നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ അനുസരണമുള്ള മക്കളായി തീരുന്നു, നിഷ്കളങ്ക മക്കളായി തീരുന്നു. പിന്നീട് അല്പം കൂടി ഉയർന്നിട്ട് പ്രിയ മക്കളായിട്ട് ദൈവത്തെ അനുകരിച്ചുകൊണ്ട് ജീവിപ്പാനായിട്ട് സാധിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിന്റെ ഉടമകളായിട്ട് ദൈവം നമ്മളെ അങ്ങനെ തീർക്കും. അങ്ങനെയെങ്കിൽ വായിച്ച വാക്യം ഓർമ്മയുണ്ടല്ലോ, ഒരപ്പനെ സേവിച്ച, അപ്പനെ സ്നേഹിച്ച, അപ്പനെ ശുശ്രൂഷിച്ച മകനെ അപ്പൻ ആദരിക്കുന്ന പോലെ അന്നാളിൽ ഞാൻ അവരെ ആദരിക്കുന്നു പറഞ്ഞാൽ നമ്മളെയും ആദരിക്കും. നമുക്കും അതിന് തക്കവണ്ണം പ്രതിഫലം കിട്ടുന്ന ഒരു ദിവസമുണ്ട് എന്നാണ് പറഞ്ഞു വന്നതിന്റെ സാരം. നിശ്ചയമായിട്ടും അത് സംഭവിക്കും. ആ വാക്ക് നമുക്ക് ഒന്നുകൂടെ വായിക്കാം. മലാക്കിയുടെ പ്രവചനം 3-ാമത്തെ അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചും അന്വർത്ഥമാക്കുവാൻ കഴിയും എന്നാണ് അവിടെ വായിക്കുന്നത്. വായിച്ച 1:17, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവൻ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കുമെന്ന് സൈനികളെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. ആ നാളിൽ നാം അവനൊരു നിക്ഷേപമായിരിക്കും, ട്രഷറായിരിക്കും. എന്താണെന്നറിയാമോ? അത്രയും വിലമതിക്കപ്പെട്ട വാക്ക് ഉപയോഗിക്കുന്നത് ക്രൂസിൽ തിരിഞ്ഞ രക്തത്തിലാണ് ജീവൻ അടങ്ങിയിരിക്കുന്നതെന്ന് ലേവ്യ പുസ്തകത്തിൽ വായിക്കുന്നു. മുഴുവൻ രക്തവും നമുക്ക് വേണ്ടി ഊറ്റിയപ്പോൾ താൻ ജീവൻ തന്നാണ് നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. തന്റെ ജീവന്റെ വിലയാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് നാം അവിടെ ചെല്ലുമ്പോൾ നാം അവന് ഒരു നിക്ഷേപമാണ്, ട്രഷറാണ്. കർത്താവിന് ആകെ ഉള്ളത് ചിന്ത സഭയെ കുറിച്ച് മാത്രമേ ഉള്ളൂ. മറ്റൊന്നും കർത്താവിന് ചിന്തയില്ല. നമ്മളെ കുറിച്ച് മാത്രമേ കർത്താവിന് ചിന്തിക്കുവാനുള്ളൂ. വേറെ യാതൊരു കാര്യം സ്വർഗത്തിലില്ല. നാം അവിടെ ചെല്ലുമ്പോൾ നമ്മെ മാനിക്കുവാൻ, നമ്മെ ആദരിക്കുവാനായിട്ട് കർത്താവ് ഒരുക്കത്തോടെ ഇരിക്കുക. ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, ന്യായമായ ബഹുമാനം പ്രാപിക്കത്തക്കവണ്ണം ഞാനും നിങ്ങളും ജീവിക്കുന്നുണ്ടോ? നാം അനുസരണമുള്ളവരാണോ? നാം നിഷ്കളങ്കരാണോ? നാം പ്രിയമക്കളാണോ? നാം പറഞ്ഞാൽ പോരാ,
മറ്റൊരുത്തിന് പറഞ്ഞാൽ പോരാ. ഈ സാക്ഷ്യം എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും കർത്താവ് തന്നെ പറയണം. അവൻ അനുസരണമുള്ള ഒരു മകളാന്ന് പറയണം. നിഷ്കളങ്കനാണെന്ന് കർത്താവ് പറയണം. കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു, എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക, വാക്ക് ബിഫോർ മീ ആൻഡ് ബി ബ്ലെയിംലെസ്. നിഷ്കളങ്കനാണെന്ന് കർത്താവ് പറയേണ്ടത്, കർത്താവിനെ ബോധ്യപ്പെടേണ്ടത്. ഞാനും നിങ്ങളും ആരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. കർത്താവിന് ബോധ്യപ്പെട്ടാൽ അവിടെ ചെല്ലുമ്പോൾ ന്യായമായ ബഹുമാനം നമുക്ക് ലഭിക്കും. ഞാൻ തുടർന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ അടുത്ത വാക്യമാണ്. 18-ാം വാക്യം ശ്രദ്ധിച്ച്, മലാക്കി 3:18. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. ദൈവജനത്തിന് അവിടെ ചെല്ലുമ്പോൾ ദൈവം കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് പറയുക. അതായത് പഴയ നിയമവിശുദ്ധന്മാർക്ക് കൊടുക്കുന്ന സ്ഥാനത്തെ കുറിച്ച് പറഞ്ഞിട്ട് കർത്താവ് പറയുക, അപ്പോൾ നിങ്ങൾ ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും, ദൈവത്തെ ശുശ്രൂഷിക്കുന്നവനും അല്ലാത്തവനും, ദുഷ്ടനും നീതിമാനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും എന്നാണ്. വീണ്ടും കാണും എന്ന് പറഞ്ഞാൽ ഇതിനു മുൻപ് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് എന്നതിന്റെ അർത്ഥം. നാം അവിടെ ചെല്ലുമ്പോൾ ന്യായമായ പ്രതിഫലം നമുക്ക് ദൈവം തരും. രക്ഷിക്കപ്പെടാത്തവർക്ക് ന്യായമായ ശിക്ഷയും ദൈവം കൊടുക്കും. ഞാൻ ആദ്യം വാക്ക് ചുരുക്കമായി പറഞ്ഞായിരുന്നല്ലോ. പിശാചിന്റെ മക്കളായി ജനിച്ചതുകൊണ്ട് പിശാച് പാർക്കുന്ന നരകത്തിന് ചെന്ന് അവസാനിക്കത്തുള്ളൂ. ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് പിതാവിന്റെ ഭവനമായ സ്വർഗ്ഗത്തിൽ ചെന്നിട്ട് നിത്യമായിട്ട് അവിടെ വാഴും. അവിടെ രണ്ടായിട്ട് തരംതിരിക്കുവാൻ പോകുകയാണ്. ഇവിടെ പറയുന്നത് അതിന് മുൻപ് തന്നെ ഇരിക്കും നമ്മൾ കേൾക്കത്തുകൊണ്ട് വചനം പറയാണ്, വീണ്ടും സംഭവിക്കും എന്ന് പറഞ്ഞാൽ മുൻപ് ഈ കാര്യം സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ വേർതിരിവ് സംഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും സുവിശേഷം പറയുമ്പോൾ ആൾക്കാർ പറയുന്നത്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? സ്വർഗമുണ്ടോ? നരകമുണ്ടോ? ദൈവമുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സംഭവിക്കുമോ ചോദിച്ചാൽ വചനം പഠിപ്പിക്കുന്നു, വീണ്ടും കാണുമെന്ന് പറഞ്ഞാൽ മുൻപ് പല സന്ദർഭങ്ങളിലും ഈ വേർതിരിവ് കണ്ടിട്ടുണ്ട്. ഞാനൊരു വാക്യം വായിക്കാതെ തന്നെ പറഞ്ഞിട്ട് 2-3 വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാനായിട്ട് കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ 2 ദുഷ്പ്രവൃത്തിക്കാരെ ഒരുവനെ ഇടത്തും ഒരുവനെ വലത്തുമായിട്ട് ക്രൂശിച്ചു എന്ന വാക്യമുണ്ട്. 3 പേര് ഒരുപോലെ നിരന്ന ക്രൂശിൽ കിടക്കുക. ഒരാള് നമ്മുടെ പാപത്തിന് പരിഹാരത്തിനായിട്ട് മരിക്കുക. അങ്ങനെ മരിക്കാൻ കിടക്കുമ്പോൾ യേശു അവിടെ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്ന എന്തെന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. അങ്ങനെ പറഞ്ഞ വാക്ക് മുതൽ സകല വാക്കുകളും 2 കള്ളന്മാരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. 2 പേരും ആദ്യം കർത്താവിനെ പരിഹസിച്ചു. അതിനുശേഷം ഒരുവൻ പറഞ്ഞു, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. ഉടൻ മറുപടി കിട്ടി, ഇന്ന് നീ എന്നോടുകൂടെ പരദേശത്തിലിരിക്കും. വ്യത്യാസം കണ്ടോ? 3 പേര് ക്രൂശിക്കപ്പെട്ടു. യേശു നടുവിൽ ക്രൂശിക്കപ്പെടുന്നത് എന്റെ നിങ്ങളെയും പാപത്തിന് പരിഹാരത്തിനായിട്ടാ. മറ്റവരെങ്ങനെയല്ല, അവർ പാപം ചെയ്തുകൊണ്ടുള്ള ശിക്ഷ ലോകം അവർക്ക് കൊടുത്തതാ. അതിൽ 2 പേരിൽ ഒരുവൻ പറഞ്ഞു, യേശുവേ, നീ എന്നെ ഓർക്കണമേ. മറ്റവൻ പറഞ്ഞത്, നീ നിന്നത്തെ രക്ഷിക്കുക, ഞങ്ങളെ രക്ഷിക്കുക. അവന് മറുപടി കിട്ടിയില്ല. ഇവന് മറുപടി കിട്ടി. അവനോട് പറയാ, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കും. ഇപ്പോൾ വായിച്ച വാക്യപ്രകാരം ഇത് സംഭവിച്ച കാര്യമാണ്. അങ്ങനെയെങ്കിൽ കർത്താവിന് വരവെങ്കിലും ഇതുപോലെ വ്യത്യാസം ഉണ്ടാകും. ഒരിടത്തു നിന്ന് തന്നെ 3 പേരെ ക്രൂശിച്ച സ്ഥലത്തു നിന്ന് തന്നെ ഒരു മനുഷ്യന്റെ ഗ്യാപ്പ്, ഇപ്പുറത്തെ ഒരു ദുഷ്പ്രവൃത്തിക്കാരൻ, അപ്പുറത്തെ ഒരുവൻ, ഇടയ്ക്ക് കർത്താവ്. ഈ ഒരു മനുഷ്യന്റെ ഗ്യാപ്പിൽ കിടന്ന 2 പേരിൽ ഒരുവൻ അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് പോയി. എന്റെ ശബ്ദം കേൾക്കുന്ന സ്നേഹിതരെ ഞാൻ ചോദിക്കട്ടെ, ഈ യേശുവിനെ കർത്താവായി സ്വീകരിച്ചില്ലെങ്കിൽ ഇവിടെ നിന്ന് നരകത്തിൽ പോകേണ്ടി വരും. ഈ ശബ്ദം കേൾക്കുന്ന ദേശവാസികളോട് പറയട്ടെ, സ്നേഹത്തോട് പറയട്ടെ, ഭവനത്തിലിരുന്ന് ശാന്തമായിട്ട് ശബ്ദം കേൾക്കുമ്പോൾ ഈ കർത്താവിനെ സേവിച്ച് യേശുവിനെ കർത്താവ് സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ അവിടെ നിന്ന് നരകത്തിൽ പോകേണ്ടി വരും. അങ്ങനെ സംഭവിച്ചു ക്രൂശിങ്കിൽ.
യേശുവിന്റെ മരണം കൊണ്ട് സാധിച്ചത് സർവ്വ മാനവജാതിയുടെയും രക്ഷയാണെന്ന് അവനെ രക്ഷ കൊടുത്തുകൊണ്ട് കർത്താവ് ഉറപ്പാക്കി. ആര് എന്നിൽ വിശ്വസിക്കുന്നുവോ, ആരെ സ്വീകരിക്കുന്നുവോ, ആര് മാനസാന്തരപ്പെടുന്നുവോ അവർക്ക് രക്ഷിക്കപ്പെടുവാൻ സാധിക്കുമെന്ന് കർത്താവ് ഉറപ്പാക്കി. ആ ഒരു വ്യത്യാസം നാം അവിടെ കണ്ടു. ആര് തമ്മില? ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്ത വ്യത്യാസം വീണ്ടും കാണുന്നത് പറഞ്ഞാൽ കണ്ട ഒരു സ്ഥലമാണ് ക്രൂശ്. ഇനി നമുക്ക് 2-3 സംഭവങ്ങൾ ഒന്ന് ചിന്തിക്കാം. നമുക്കറിയാമല്ലോ നോഹയുടെ കാലത്ത് സംഭവിച്ച കാര്യം. ജനങ്ങളുടെ പാപം കഠിനമായിരുന്നു. നോക്കിക്കേ, ഉൽപ്പത്തി പുസ്തകം അതിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. ഉൽപ്പത്തി 6:5. അപ്പോൾ നിങ്ങൾ വീണ്ടും കാണും എന്ന് പറഞ്ഞ കാര്യമാണ് ചിന്തിക്കുന്നത്. ഉൽപ്പത്തി 6:5. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെയും നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത് അത്രയെന്നും യഹോവ കണ്ടു. 7-ാം വാക്യം. താൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുകകൊണ്ട് ഞാൻ അനുദപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. 8-ാമത്തെ വാക്യം. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. 3 വാക്യങ്ങൾ വായിച്ചു. ഒന്ന്, ദേശത്ത് പാപം കഠിനമാണ്. ഭൂമിയിൽ പാപം കഠിനമാണ്. ജനങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടും അവരെ പരിപാലിക്കുന്നതുകൊണ്ടും ദൈവത്തിനേറെ ദുഃഖമുണ്ടായി. പാപം ചെയ്തവരോട് ഒരു കോംപ്രമൈസും ഇല്ലാതെ ശിക്ഷിക്കുന്നവരാണ് നീതിമാനായ ദൈവം. താൻ സ്നേഹവാനായതുകൊണ്ട്, ദൈവമായതുകൊണ്ട് എല്ലാവരെയും പരിപാലിക്കുന്നു, എല്ലാവരും സഹായിക്കുന്നു, എല്ലാവരും സ്നേഹിക്കുന്നു. പക്ഷേ പാപത്തോട് കർത്താവിന് യാതൊരു കോംപ്രമൈസും ഇല്ല. താൻ പറയുന്നു, ഞാൻ ലോകത്തെ ന്യായം വിധിക്കുവാൻ പോകുകയാണ്. ഇന്നത്തെ സാഹചര്യം എങ്ങനെയാണ്? പറയാൻ പോലും കഴിയാത്ത മ്ലേച്ഛമായ കാര്യങ്ങൾ നടക്കുന്ന ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഒരു സംശയം വേണ്ട, ദൈവം ലോകത്തെ ന്യായം വിധിക്കും. ദൈവം ലോകത്തെ ന്യായം വിധിക്കും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ അതിന്റെ മധ്യത്തിൽ 8-ാം വാക്യം വായിച്ച് ശ്രദ്ധിച്ചോ, നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ രക്ഷിക്കപ്പെടാത്തവരോട് സ്നേഹത്തോട് പറയട്ടെ, ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ ഉള്ളത് കൊണ്ടാണ് ഒരു പ്രാവശ്യം കൂടെ ഈ സുവിശേഷം ലളിതമായിട്ട് കേൾക്കുവാൻ ദൈവം അവസരം തരുന്നത്. ലോകത്തിൽ പ്രശ്നമാ, ലോകത്തിൽ മ്ലേച്ഛതയാ, ലോകത്തിൽ പാവമാ, ലോകത്തിൽ കൊലപാതകമാ, ലോകത്തിൽ ക്ഷാമമാ, ലോകത്തിൽ യുദ്ധമാ, വളരെ പ്രശ്നങ്ങളാ. അതെല്ലാം അവിടെ നിൽക്കട്ടെ. നിന്നെ തേടി ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രിയിലും വന്നിട്ടുണ്ട്. ഒരു ഭാഗത്ത് പാപം, മറുഭാഗത്ത് ന്യായവിധി. അതിന് മധ്യത്തിൽ പറയുന്നു നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. പിൽക്കാലത്ത് പൗലോസ് പറഞ്ഞു, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ആ വാക്കുപയോഗിക്കുന്ന സാധാരണ സൂര്യൻ ഉദിക്കുന്ന കാര്യത്തിന്. സൂര്യൻ ഉദിച്ചതുപോലെ, സൂര്യൻ ഉദിച്ചിരിക്കുന്നത് ഒരാൾക്കല്ല, ഒരു രാജ്യക്കാർക്കല്ല, ലോകത്തിന് മുഴുവനുമായിട്ടും ഒരു സൂര്യനേ ഉള്ളൂ. എല്ലാവർക്കും ഒരുപോലെ അതിന്റെ ചൂടും പ്രകാശമൊക്കെ അനുഭവിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞതുപോലെ രക്ഷിക്കപ്പെടാനുള്ള ദൈവകൃപ ദൈവം സകലമേലും ചൊരിഞ്ഞിട്ടുണ്ട്. ദൈവം ആരെയും കൈവിട്ടിട്ടില്ല, ദൈവം ആരെയും രക്ഷിക്കുന്നുമില്ല, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു. എന്നാൽ ആരൊക്കെ ആ കൃപയോട് അനുകൂലമായി പ്രതികരിക്കുന്നുവോ അവർക്ക് മാത്രമേ രക്ഷിക്കപ്പെടുവാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ പാപം വർദ്ധിച്ചു വരുന്നു, ന്യായം വിധിക്കുമെന്ന് പറഞ്ഞു. അതിന് മധ്യത്തിലും പറഞ്ഞു, ഞാൻ കൃപ തരാം. ആ കൃപ അനുസരിച്ച് ആരൊക്കെ ഞാൻ പറയുന്ന വാക്ക് കേട്ട് ന്യായവിധിയിൽ ചെയ്തു. അവിടെ സംഭവിച്ച കാര്യം 1-2 വാക്കോട് വായിച്ച് അതിന്റെ 16-ാമത്തെ വാക്യം 7-ാം അധ്യായത്തിന്റെ 8-9 വാക്യം. 7-ാം അധ്യായം, ചാപ്റ്റർ 7, ഉൽപ്പത്തി 7:8-9. ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്നും പറവകളിൽ നിന്നും ഭൂമിയിലുള്ള ഇഴജാതിയിൽ നിന്നൊക്കെയും ദൈവം നോഹയോട് കൽപ്പിച്ച പ്രകാരം ഈരണ്ട് ആണും പെണ്ണുമായി നോഹയുടെ അടുക്കൽ വന്നു പെട്ടകത്തിൽ കടന്നു. പിന്നെ നോഹയും തന്റെ ഭാര്യയും മക്കളും മരുമക്കളും 8 പേര് കടന്നു. 8 പേരെ കടന്നുള്ളൂ. പ്രസംഗിച്ച മനുഷ്യനും കുടുംബവും, പെട്ടമുണ്ടാക്കിയ മനുഷ്യനും കുടുംബവും, പിന്നെ കയറിയതെല്ലാം മൃഗങ്ങളും പക്ഷികളും എഴുജന്തുക്കളുമാണ്. ഞാനൊരു വാക്കിങ്ങനെ പറയട്ടെ, കാട്ടാന മുതൽ കട്ടുറുമ്പ് വരെ പെട്ടകത്തിൽ കയറി. കയറാത്താരാ? മനുഷ്യനാ. ജ്ഞാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകനെ തീർന്നാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് ഇപ്പൊ ആ വാക്ക് പറയാൻ പറ്റുമോ? അതിലും വിവേകമുണ്ട് ആർക്ക്? ഈ മൃഗങ്ങൾക്ക്. അതുകൊണ്ട് അവർ പോയി കയറി. അന്നത്തെ മനുഷ്യൻ ഒരു ജ്ഞാനവും ഇല്ലാത്തവരാണെന്ന് വ്യക്തമാണ്.
മൃഗങ്ങളെക്കാളും മോശമാണ് നശിച്ചു പോയെന്ന് പറഞ്ഞേക്കുന്നത്. നശിക്കുന്നതിന് മുമ്പ് തന്നെ കയറാൻ അവസരം ഉണ്ടായിരുന്നു. പെട്ടകം ഉണ്ടാക്കി കയറാൻ പറഞ്ഞു, പ്രസംഗിച്ചു, അവസരം കൊടുത്തു, കയറിയില്ല. മൃഗങ്ങൾ കയറി, പക്ഷികൾ കയറി, ജന്തുക്കൾ കയറി. എന്റെ പ്രിയമുള്ളവർ, ഞാൻ പറയട്ടെ, ഒരവസരം കൂടെ ദൈവം തരിക. ക്രിസ്തു എന്ന പെട്ടകം ഇന്നും അത് അടയ്ക്കപ്പെട്ടിട്ടില്ല. സുവിശേഷം പറയുവാൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, കേൾക്കാൻ ഞങ്ങൾക്ക് അവസരമുണ്ട്. അടയ്ക്കപ്പെട്ടിട്ടില്ല. വായിച്ച 16-ാം വാക്യം, 16-ാം വാക്യം, യഹോവ വാതിൽ അടച്ചു. ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ അകത്ത് കടന്ന സർവ്വജനത്തിൽ നിന്നും ആണും പെണ്ണുമായി കടന്നു. യഹോവ വാതിൽ അടച്ചു. യഹോവ വാതിൽ അടച്ചാൽ പിന്നെ ആർക്കും കയറാൻ സാധിക്കത്തില്ല. കൃപയുടെ വാതിൽ ഇന്നും തുറന്നിരിക്കുക. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദേവദാസന്മാര് ഓടി നടന്ന് പരസ്യയോഗങ്ങൾ നടത്തുന്നു, പ്രസംഗിക്കുന്നു, ഭവനങ്ങളിൽ കയറി സുവിശേഷം പറയുന്നു, ഇതുപോലെയുള്ള പന്തിൽ കെട്ടി യോഗങ്ങൾ നടത്തുന്നു. എന്നും ചോദിച്ചാൽ കൃപയുടെ വാതിൽ അടഞ്ഞിട്ടില്ല. ദൈവം ലോകത്തെ സ്നേഹിക്കുന്നു, ദൈവം താങ്കളെ സ്നേഹിക്കുന്നു. ഈ കണ്ണാട്ടുകോട് നിവാസികളോട് വളരെ സ്നേഹത്തോട് യാത്ര വിളിച്ചു പറയട്ടെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഒരവസരം കൂടെ സുവിശേഷം കേൾക്കാൻ തന്നിരിക്കുക. കൃപയുടെ വാതിൽ അടഞ്ഞിട്ടില്ല. അടഞ്ഞാൽ കേൾക്കുവാൻ കഴിയാതെ വരും. അടഞ്ഞാൽ കേൾക്കാൻ കഴിയുന്നതിന്റെ ആശയം, ഈ പ്രസംഗിക്കുന്ന ഞങ്ങള് കർത്താവിന്റെ വരവിൽ ഇങ്ങനെ എടുത്തുകൊള്ളപ്പെടും, ഞങ്ങളെങ്ങ് പോകും. ഇവിടെ പാടാൻ ആളില്ല, പ്രസംഗിക്കാൻ ആളില്ല, ആഗ്രഹിച്ചാൽ പോലും കേൾക്കുവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അതാണ് അടഞ്ഞു പോകുമെന്ന് പറഞ്ഞതിന്റെ ആശയം. അത് മുമ്പ് അനുപേക്ഷിക്കപ്പെടണം. ഇനി അതിന്റെ 22-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം ഒന്ന് വായിച്ച്. 22-ാമത്തെ വാക്യത്തിന്റെ എന്താ സംഭവിച്ചത്? വാതിലടച്ചു, മഴ പെയ്തു, വെള്ളം പൊങ്ങി, കരയിലുള്ള സകലത്തിലും മൂക്കിൽ ജീവശ്വാസമുള്ളതൊക്കെയും ചത്തു. മനസ്സിലായോ? നോഹയും കുടുംബവും പെട്ടകത്തിനകത്ത്. അവർ ചത്തില്ല, അവർക്ക് ജീവനുണ്ട്, അവർ സന്തോഷത്തിലൂടെ കഴിയുക. ക്രിസ്തു എന്ന പെട്ടകത്തിൽ പ്രവേശിച്ചവർക്ക് രക്ഷയുണ്ട്. പിന്നീട് പൗലോസ് പറഞ്ഞു, അതുകൊണ്ട് ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയില്ല. ദോസ് ഹു ആർ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവധിയില്ല. ക്രിസ്തു പെട്ടകത്തിന് ചിത്രമാ. അവനിൽ പ്രവേശിച്ചവർക്ക് രക്ഷയുണ്ട്, ശിക്ഷയില്ല. അടച്ചു കഴിഞ്ഞപ്പോൾ പുറത്തുള്ളവര് നശിച്ചുപോയി, നഷ്ടപ്പെട്ടു പോയി. എത്ര ശ്രമിച്ചാലും അകത്ത് കയറുവാനായിട്ട് സാധിക്കത്തില്ല. നോഹയും കുടുംബവും സുരക്ഷിതരായിട്ട് അകത്തിരുന്നു. വായിച്ച വാക്യം ഓർമ്മയുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. ദൈവത്തെ സ്നേഹിക്കുന്നതിനും അല്ലാത്തവരുടെ വ്യത്യാസം വീണ്ടും കാണും. ഇവിടെ കണ്ടത് തന്നെയാ. പെട്ടകത്തിന്റെ വാതിലടച്ചു, മഴ പെയ്തു, വെള്ളം പൊങ്ങി. അകത്തുള്ളവര് സുരക്ഷിതര്, പുറത്തുള്ളവർ എത്ര ശ്രമിച്ചാലും അകത്ത് വരത്തില്ല. മുമ്പ് പറഞ്ഞ ഒരു വാക്യം പറയട്ടെ, ഈ നശിച്ചു പോയവരും രക്ഷിക്കപ്പെട്ടവരും തമ്മിൽ ഒരു പലകയുടെ ഗ്യാപ്പേ ഉള്ളൂ. ഒരു പലകയുടെ ഗ്യാപ്പ്. മനസ്സിലായോ? പലകയ്ക്കകത്തുള്ളവര് രക്ഷപ്പെട്ടു, പലകയ്ക്ക് പുറത്തുള്ളവര് ശിക്ഷ അനുഭവിച്ചു. സുവിശേഷം വളരെ വ്യക്തമായിട്ട് പിന്നെയും പറയാ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതെ പാപമോചനം പ്രാപിപ്പാൻ കഴിയത്തില്ല. ഈ ഗ്യാപ്പ് ഒരു ചെറിയ ഗ്യാപ്പാണ് നമ്മുടെ ദൃഷ്ടിയിൽ, പക്ഷെ ദൈവദൃഷ്ടിയിൽ അത് വലിയൊരു ഗ്യാപ്പാണ്. അകത്ത് രക്ഷ, പുറത്ത് ശിക്ഷ. ഈ ശബ്ദം കേൾക്കുന്നവർക്ക് ആർക്കും അങ്ങനെ വരുവാൻ ഇടയാകരുത്. കർത്താവിന്റെ നാളിൽ ഈ സംഭവിക്കുന്നുള്ള സംശയമില്ലാത്ത കാര്യമാണ്. ഇവിടെ നിന്ന് സംഭവിച്ചെങ്കിൽ, കുരിശിങ്കൽ അങ്ങനെ സംഭവിച്ചെങ്കിൽ, ഈ പെട്ടകത്തിൽ ഇങ്ങനെ സംഭവിച്ചെങ്കിൽ, കർത്താവ് വരുമ്പോൾ ദൈവമക്കൾ മാത്രമേ എടുത്ത് കൊള്ളപ്പെടുത്തുള്ളൂ, വിശ്വാസത്തിൽ മാത്രമേ എടുത്ത് കൊള്ളപ്പെടുത്തുള്ളൂ. നിശ്ചയമായിട്ടും ബാക്കി എല്ലാവരും കൈവിടപ്പെടും, ശിക്ഷ അനുഭവിക്കും. ശിക്ഷിക്കുന്നെങ്കിൽ ദൈവത്തെ കുറ്റം പറയാൻ സാധിക്കത്തില്ല. കാരണം സ്നേഹവാനാ ദൈവം. പിന്നെയും അവസരങ്ങൾ തരിക കേൾക്കുവാനായിട്ട്. കേട്ടിട്ടും കാര്യങ്ങൾ ബോധ്യമായിട്ടും വിശ്വസിക്കുന്നില്ലെങ്കിൽ ശിക്ഷിക്കാന്നുള്ളത് ദൈവത്തിന്റെ നീതിക്കൊത്തവണ്ണം ചെയ്തിരിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. അത് നോഹയുടെ പെട്ടകം ആ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നു. പിൽക്കാലത്ത് കർത്താവിന്റെ പരസ്യ പ്രവർത്തന കാലത്തെ കർത്താവ് ഇത് പറഞ്ഞതായിട്ട് ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായം വായിച്ചാട്ട് അതിന്റെ 17-ാം അധ്യായത്തിന്റെ 26, 27 വാക്യം വായിക്കുമ്പോൾ ഈ നോഹയുടെ കാര്യത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞു. അത് നമ്മൾ കേൾക്കേണ്ട കാര്യമാണ്. ലൂക്കോസ് 17-ന്റെ 26-ഉം 27-ഉം. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. മനസ്സിലായല്ലോ? അന്ന് സംഭവിച്ചതുപോലെ പിന്നെ ഉണ്ടാകുമെന്ന് കർത്താവ് പറയാ. എങ്ങനെ ഉണ്ടാകുമെന്ന് പറഞ്ഞേക്കുന്നത് വായിച്ച്. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നു കുടിച്ചു വിവാഹം കഴിച്ചു
വിവാഹത്തിന് കൊടുത്തു പോന്നു. മനസ്സിലായോ? അവർ ആഹാരം കഴിച്ചു, വെള്ളം കുടിച്ചു, വീട് വെച്ചു, വിവാഹം കഴിച്ചു, മക്കളെ കെട്ടിച്ചു. ഇതൊക്കെ തെറ്റാണോ? അതുകൊണ്ടാണോ അവർ കൈവിടപ്പെട്ടത്? അല്ല, ചെയ്യേണ്ടതൊക്കെ അവർ ചെയ്തു. എന്ത് ചെയ്തു? മക്കളെ വളർത്തി, വീട് വെച്ചു, കൃഷി വെച്ച് നടത്തി, മക്കളെ കെട്ടിച്ചു വിട്ടു, കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്തു. അതൊന്നും തെറ്റായ കാര്യമല്ല. അതുകൊണ്ടല്ല അവർ കൈവിടപ്പെട്ടത്. അതിന്റെ മധ്യത്തിൽ കർത്താവിനെ കുറിച്ച് പറഞ്ഞത് ശ്രദ്ധിച്ചില്ല, പട്ടണത്തെ കുറിച്ച് പറഞ്ഞത് ശ്രദ്ധിച്ചില്ല, ന്യായവിധി പറഞ്ഞത് ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിച്ചില്ല, ചെയ്യേണ്ട വിലപ്പെട്ട കാര്യം ചെയ്തില്ല, സാധാരണ കാര്യങ്ങൾ ചെയ്തിങ്ങനെ ജീവിച്ചു പോയി. പെട്ടെന്നായിരുന്നു കഥ അടച്ചത്. ഇതുപോലെ ആർക്കും കർത്താവിന് വരവെങ്കിലും ദേശവാസികളോടും ഇവിടേക്ക് രക്ഷിക്കപ്പെടാത്തവരോടും മാധ്യമത്തോട് കേൾക്കുന്നവരോടും സ്നേഹത്തോടെ പിന്നെയും പറയട്ടെ, ഏത് നിമിഷവും കൃപയുടെ വാതിലടയാം. ഏത് നിമിഷവും ഈ കാര്യപരിപാടി അടയാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പ് യേശുവിനെ കർത്താവ് സ്വീകരിച്ച് കർത്താവ് സ്വീകരിക്കുന്നു പറഞ്ഞ് രക്ഷിക്കപ്പെട്ടുകൊള്ളുക. അതാവുന്നു ഏറ്റവും ഉചിതമായിരിക്കുന്ന കാര്യം. കർത്താവും ആ വാക്ക് പറഞ്ഞു, വീണ്ടും ഇത് കാണും, സംഭവിക്കുമെന്ന് പറഞ്ഞു. നമുക്ക് രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് വരാം. അവിടെ വായിക്കുന്നത് ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് പോകുകയാണ്. കർത്താവിന്റെ പദ്ധതി അനുസരിച്ച് അവർക്ക് വിടുതൽ ലഭിച്ചു. അവരെ കനാലിലേക്ക് കൊണ്ടുപോവുകയാണ്. അവരങ്ങനെ പോകുമ്പോൾ വലിയൊരു പ്രതിസന്ധി ഉണ്ടായത് ചെങ്കടൽ എങ്ങനെ കടന്നു പോകുമെന്ന് ഭാരപ്പെട്ടിരുന്നപ്പോൾ അവിടെ സംഭവിച്ച കാര്യം വായിക്കാൻ പോകുന്നു. 14-ാം അധ്യായത്തിന്റെ 21-22 വാക്യം. പുറപ്പാട് 14, 21, 22. മോശെ കടലിൽ മേൽ കൈനീട്ടി, യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലം ആക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തൂടെ നടന്നുപോയി. വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, വലിയ കടൽ എങ്ങനെ കടക്കുമെന്ന് ഭാരപ്പെട്ട് ഇക്കരെ നിൽക്കുമ്പോൾ ദൈവം പറഞ്ഞനുസരിച്ച് മോശ കൈനീട്ടി കടൽ രണ്ടായിട്ട് വിഭാഗിക്കപ്പെട്ടു. ഉണങ്ങിയ നിലത്തൂടെ അവര് കടന്ന് അക്കരെ ചെന്നു. 23-ാം വാക്യം. മിസ്രയീമ്യർ പിന്തുടർന്നു. ഫറവോന്റെ കുതിരയും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടലിന്റെ നടുവിലേക്ക് ചെന്നു. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘസ്തംഭത്തിൽ നിന്ന് മിസ്രയീമ്യ സൈന്യത്തെ നോക്കി മിസ്രയീമ്യ സൈന്യത്തെ താറുമാറാക്കി. 28-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. 28-ന്റെ അവസാന ഭാഗം. അവരിൽ ഒരുത്തൻ പോലും ശേഷിച്ചില്ല. ശ്രദ്ധിച്ചു, ശങ്കർ വിഭാഗിക്കുന്ന സമയത്ത് ദൈവമക്കൾ ഇപ്പോൾ നിൽക്കുന്നു. അവരെങ്ങനെ പോകണമെന്ന് ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ ദൈവം പറഞ്ഞനുസരിച്ച് വിഭാഗിക്കപ്പെടുന്നു. ഉണങ്ങിയ നിലത്തൂടെ അവരെല്ലാവരും അക്കരെ പ്രവേശിച്ചു. ഏതാണ്ട് 20 ലക്ഷം ആൾക്കാർ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അവരെല്ലാവരും ശാന്തമായിട്ട് അക്കരെ പ്രവേശിച്ചു. അവിടുന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്നവൻ അക്കരെ എത്തിക്കുവാൻ പ്രാപ്തനാണ്. എങ്ങനെയെന്നറിയാമോ? തുറന്നു കൊടുത്ത ഒരു വാതിൽ. ആ വഴി ഇല്ലാതിരുന്നതാ. കടലിൽ വഴിയില്ല. ദൈവം തുറന്നു കൊടുത്ത ഒരു വഴി. അത് ശ്രദ്ധിക്കണം. ആ തുറന്നു കൊടുത്ത വഴിയിലൂടെ ശാന്തമായിട്ട് അവർ കടന്ന് അക്കരെ എത്തി. നാം വായിക്കുന്നു, എബ്രായ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിലൂടെ നമുക്കൊരു പുതിയ വഴി തുറന്നു. അക്കരെ എങ്ങനെ എത്തുമെന്നറിയാതെ ഭാരപ്പെട്ടിരിക്കുക. എന്താ മാർഗം? ഏതാ മോക്ഷമാർഗം? അതിരിക്കുമ്പോൾ കർത്താവ് വന്നിട്ട് പറയുക, തന്റെ ദേഹമെന്ന തിരശ്ശീല, ഈ ശരീരം നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട്, ക്രൂശിൽ തകർക്കപ്പെട്ട്, മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഒരു പുതിയ വഴി താൻ തുറന്നു. അതിനുമുമ്പ് താൻ പറഞ്ഞായിരുന്നു, ഞാൻ തന്റെ വഴിയും സത്യവും ജീവനുമാവുന്നു. അത് പറഞ്ഞപ്പോൾ ആർക്കും പിടികിട്ടിയില്ല. മനസ്സിലായോ? ഇപ്പം പിടികിട്ടിയല്ലോ. താൻ തകർക്കപ്പെട്ടവനായി, അടക്കപ്പെട്ടവനായി ഉയർത്തി കഴിഞ്ഞപ്പോൾ തന്നിലൂടെ സ്വർഗ്ഗത്തിലേക്ക് ഒരു പുതിയ വഴി തുറന്നു വന്നു. പൗലോസ് പറയുക, അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് ധൈര്യത്തോട് വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. പുതിയ വഴി തുറന്നു കൊടുത്ത വഴിയെ കൂടെ ദൈവമക്കൾ അക്കരെ കടന്നു. പിന്നെന്താ അടുത്ത ആൾക്കാർക്ക് സംഭവിച്ചത്? അടുത്ത ആൾക്കാർ വന്ന് എന്താ അക്കരെ പോകുന്നത്? അതിന് പ്രശ്നമുണ്ടെന്നറിയാമോ? അവർ വന്നപ്പോൾ തന്നെ ഈ വഴി ഇങ്ങനെ തുറന്നു കിടക്കുക. മനസ്സിലായോ? ദൈവമക്കൾക്ക് വന്നപ്പോൾ വഴിയില്ലായിരുന്നു. വഴി വിട്ടു നിന്നപ്പോൾ തുറന്നു കൊടുത്ത വഴി വളരെ പ്രധാനപ്പെട്ടതാ. മറ്റുള്ള വഴി അങ്ങനെയല്ല. വന്നപ്പോഴേ വഴി വിശാലമായി കിടക്കുക, തുറന്നു കിടക്കുക. അവർ അതിലേക്ക് പോയി, അക്കരെ എത്തിയില്ല. ലോകത്തിലെ ജനങ്ങൾ വിശാലമായ വഴിയിലൂടെ യാത്ര ചെയ്യുക.
അക്കരെ എത്തുകയില്ല. തുറന്ന വഴിയുണ്ട്, തുറന്ന വഴി. ആ തുറക്കപ്പെട്ട വഴിയോടെ മാത്രമേ അക്കരെ എത്തുവാൻ സാധിക്കത്തുള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്, ഈ രക്ഷ മാത്രമാണ്, ഈ സുവിശേഷം മാത്രമാണ്. ഇത് നമ്മളെ അക്കരെ എത്തിക്കത്തുള്ളൂ. തുറന്ന വഴി എന്ന് പറയുന്നത് വിശാലമായ വഴിയാ, പോകാൻ രസമാ. എന്തും ചെയ്യാം, എന്നും പറയാം, എന്തും കഴിക്കാം, എന്നും കുടിക്കാം, എന്തും ധരിക്കാം, എന്നും വായിക്കാം, എന്നും കാണാം, എങ്ങനെയും ജീവിക്കാം. വിശാലമായ വഴി എത്തത്തില്ല, അക്കരെ എത്തത്തില്ല. കർത്താവ് പറഞ്ഞ എന്തുവാ? ഇടുക്കുവാതിലൂടെ കടപ്പാൻ ശ്രമിക്കണം. അതിന് അവസാനം ചെല്ലുമ്പോൾ വിശാലത, സ്വർഗത്തിൽ വലിയ വിശാലതയുണ്ട്. മറ്റു വഴി അങ്ങനെയല്ല. ഇവിടെ വിശാലമായി ജീവിച്ചാൽ അവസാനം ചെന്നുകൊണ്ട് ഒരു ഇടുങ്ങിയ വഴിയിലൂടെ നരകത്തിലേക്ക് പോകുവാൻ സാധിക്കും. വഴിയുടെ വ്യത്യാസം മനസ്സിലായല്ലോ. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് അവർക്ക് തുറന്നു കൊടുത്ത വഴി അവരെ അക്കരെ എത്തിച്ചു. ശാന്തമായിട്ട് അവർ അക്കരെ എത്തി. ഒരൊറ്റ മനുഷ്യർ പോലും ശേഷിച്ചില്ല അക്കരെ പോകാതെ. പിന്നെ വാശി എന്തോ അവസാനം പുറകെ വന്നവർക്ക് വിശാലമായ വഴി കണ്ടപ്പോൾ അവർക്കൊരു സന്തോഷം. അവർ നേരെ പോകുകയാണ്. ആ പോക്ക് അവരെ നാശത്തിൽ കൊണ്ട് എത്തിച്ചു. ഒരുത്തൻ പോലും ശേഷിക്കാതെ അവരെ അവിടെ തന്നെ അവസാനിച്ചു എന്നാണ് പറഞ്ഞതിന്റെ വാക്യം. ഞാൻ മുമ്പ് പറഞ്ഞ വാക്ക് ഒന്നുകൂടി വായിച്ചു കേൾപ്പിക്കാം. മത്തായി സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ കർത്താവിന്റെ പരസ്യ പ്രവർത്തന സമയത്ത് താൻ പറഞ്ഞ ഒരു പ്രസംഗമാണല്ലോ, പർവ്വത പ്രസംഗം. അതിന്റെ 13-ാം വാക്യം വായിച്ചിട്ട് മാത്യു ചാപ്റ്റർ 7:13. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരും ആകുന്നു. മനസ്സിലായല്ലോ? ഇടുക്കുവാതിൽ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ വരുന്നതിന്, യേശുവിനെ കർത്താവ് സ്വീകരിക്കുന്നതിന് പലർക്കും തടസ്സമായിരിക്കുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ വിശാലമായി ജീവിപ്പാൻ സാധിക്കത്തില്ലല്ലോ എന്നുള്ളതാണ്. ഇഷ്ടം പോലെ ജീവിപ്പാൻ സാധിക്കത്തില്ലല്ലോ എന്നുള്ളതാണ് പലരെയും ഭാരപ്പെടുന്ന വിഷയം. അതാ ഞാൻ പറയട്ടെ, നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ഒരു കാലയളവ് മാത്രമേ ഉള്ളൂ. ഇനി അല്ല, ഒരു 100 വർഷം വരെ ജീവിച്ചിരിക്കുമെന്ന് വന്നാലും അതിനുശേഷം ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു മാറ്റപ്പെടും. എങ്ങോട്ട് പോകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിത്യത എന്ന് പറയുന്നത് സ്വർഗത്തിന് മാത്രമല്ല. നിത്യത എന്ന് പറയുന്നത് നരകത്തിനും നിത്യത എന്ന് പറയും. നിത്യ നരകം, നിത്യ സ്വർഗം. നിത്യത എന്ന് പറയുന്നതിന്റെ അർത്ഥം ഒരിക്കലും അവസാനിക്കാത്തത് എന്നാണ്. സ്വർഗത്തിന് മാത്രമല്ല, നരകവും ഒരിക്കലും അവസാനിക്കുന്നില്ല. നരകത്തിൽ ഒരിക്കലും കരച്ചിൽ തീരുന്നില്ല, ഒരിക്കലും അവിടുത്തെ നിലവിളി തീരുന്നില്ല, ദുഃഖം തീരുന്നില്ല, വേദന തീരുന്നില്ല, ദാഹം തീരുന്നില്ല. നിത്യതയോളം നരകത്തിൽ കിടന്ന് യാതൊരു അനുഭവിക്കുക, അപ്പോൾ തന്നെ നിത്യതയോളം സ്വർഗത്തിൽ കിടന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി സന്തോഷിച്ച് ദൈവത്തെ ആരാധിക്കുക. രണ്ടും നിത്യതയാണ്. നിത്യത നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ഭൂമിയിലെ 100 വർഷം എന്ന് പറയുന്നത് 4 വിരൽ നീളമെന്നാണ് നാം വായിക്കുന്ന സങ്കീർത്തനത്തെ. ഇത്രേ ഉള്ളൂ. അത്ര മനസ്സിലായോ? അത്രേ ഉള്ളൂ ഈ ഭൂമിയിലെ ജീവിതം. ഈ ജീവിതം അടിച്ചു പൊളിക്കാനാണ് മനുഷ്യന്റെ താല്പര്യം. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായല്ലോ? ഈ ജീവിതം എങ്ങനെയെങ്കിലും നന്നായി കൊണ്ടുപോകണമെന്ന് മനുഷ്യന് താല്പര്യം. ആ നന്നാകാൻ താല്പര്യം തെറ്റായ താല്പര്യമാണ്. ഇവിടുത്തെ സന്തോഷമല്ല വിഷയം. താൽക്കാലികമായിട്ടുള്ള പല നഷ്ടങ്ങൾ വന്നു വരാം. ഒരുപക്ഷെ ലോകം നമ്മളെ ബഹുമാനിച്ചിരുന്നു വരാം, ആദരിച്ചിരുന്നു വരാം. അതൊന്നും കാര്യമാക്കാതെ ദൈവം എന്നെ ആദരിക്കുന്ന ദിവസമുണ്ട്. വായിച്ച വാക്യം ഓർമ്മയുണ്ടല്ലോ, ഒരു മകനെ അപ്പനെ ശുശ്രൂഷിച്ച മകനെ അപ്പൻ ആദരിക്കുന്നത് പോലെ അന്ന് ആദരിക്കുമെന്ന് കർത്താവ് വാക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭൂമിയിലെ ജനങ്ങളുടെ ആദരം നമ്മൾ കാര്യമാക്കണ്ട. നാം വായിക്കുന്നു സുവിശേഷത്തിൽ, പ്രമാണിമാരിൽ തന്നെ പലരും കർത്താവിന്റെ വചനം വിശ്വസിച്ചു, എങ്കിലും പള്ളിയിൽ നിന്ന് പുറത്താക്കുമെന്ന് ഭയപ്പെട്ട് അവരെന്ത് ചെയ്തില്ല? ഏറ്റു പറഞ്ഞില്ല. ഇന്ന് പലരുടെയും പ്രശ്നം അതാ. സമൂഹത്തിൽ എന്റെ സ്ഥാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലെ പല ബന്ധുക്കളും ഉലഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് യേശുവിനെ കർത്താവ് സ്വീകരിക്കുവാൻ പലർക്കും വൈമനസ്യമാണ്, താല്പര്യമില്ല. ഞാൻ പറയട്ടെ, അത് വലിയ നഷ്ടമാണ്. ഈ ഭൂമിയിലെ താൽക്കാലികമായ സുഖങ്ങളും സന്തോഷങ്ങളും സ്ഥാനമാനങ്ങളും ആഗ്രഹിച്ചാണ് യേശുവിനെ സ്വീകരിക്കാതിരിക്കുന്നതെങ്കിൽ നഷ്ടപ്പെടാൻ പോകുന്നത് നിത്യതയാ. നിത്യത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ശരിക്കും ബോധ്യമാകാത്തത് കൊണ്ടാണ് ഈ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. നിത്യത കൊച്ചു കാര്യമൊന്നുമല്ല. നിത്യം ചിന്തിക്കുന്ന പോലെ അവസാനിക്കുന്ന ഒന്നല്ല, അവസാനിക്കത്തുമില്ല. അവസാനിക്കാത്ത സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമായിരിക്കുന്ന ലൗകികമായ താൽക്കാലിക വിഷയങ്ങളെ നമുക്ക് വിട്ടുകളയാം. യേശുവിനെ കർത്താവ് സ്വീകരിച്ച് സന്തോഷത്തോടെ പോകാം. തുറന്നു കടക്കുന്ന വഴിയെ പോകുന്നവരെ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ അത് അവസാനിപ്പിക്കണം. തുറന്നു വെച്ചിരിക്കുന്ന വഴിയുണ്ട്. അത് ക്രിസ്തുവിന്റെ ദേഹവും ശരീരം
ദേഹം എന്ന തിരശ്ശീല ചീന്തി തകർക്കപ്പെട്ട് അടക്കപ്പെട്ട് ഉയർത്ത് ഒരുക്കിയിരിക്കുന്ന ആ പുതിയ വഴിയാ. ആ വഴിയിലൂടെ കർത്താവിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മൂന്നാമത്തെ കാര്യം, ഉൽപ്പത്തി പുസ്തകം 19 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം കൂടെ നമുക്ക് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 19 അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. സോദോം ഗോമോറയെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമാണ് സോദോം ഗോമോറ. വായിച്ചാട്ടെ. ഇവരെ കുറിച്ചുള്ള ആവലാതി യഹോവയുടെ മുൻപാകെ വലുതായി തീർന്നിരിക്കൊണ്ട് ഞങ്ങൾ ഈ സ്ഥലത്തെ നശിപ്പിക്കും, അതിനെ നശിപ്പിപ്പാൻ യഹോവ ഞങ്ങളെ അയച്ചിരിക്കുന്നു. മുമ്പ് വായിച്ചതുപോലെ തന്നെയാണ്. നോഹയുടെ കാലത്തെ പോലെ തന്നെ നീതിമാനായ ലോത്തിന്റെ കാലത്തെ സോദോമിലെയും ഗോമോറയിലെയും പാപം പരസ്യമായിട്ട് പറയാൻ പോലും കഴിയാതെ ഉള്ള പാപമായിരുന്നു. ദൈവദൂതന്മാര് പോലും ദുഃഖം അനുഭവിക്കേണ്ടി വന്ന സാഹചര്യമുണ്ടായി. ആ നിലവിളി സ്വർഗത്തിലെത്തിയപ്പോൾ ദൈവം തീരുമാനിച്ചു ഈ ദേശത്തെ നശിപ്പിക്കുവാൻ, സോദോം ഗോമോറ നശിപ്പിക്കുവാൻ. ഓർത്തിരിക്കേണ്ട കാര്യം, എവിടെയൊക്കെ പാപം ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ ശിക്ഷാവധി ഉണ്ടായിട്ടുണ്ട്. പാപത്തെ ഒരു കാരണവശാലും ദൈവം വെറുതെ വിടുകയില്ല. പാപത്തെ വെറുതെ വിടത്തില്ല. പാപത്തെ ശിക്ഷിക്കുമെങ്കിലും പാപിയെ ദൈവം സ്നേഹിക്കുന്നു. പാപിയുടെ അന്ത്യശ്വാസം പോകുന്നതുവരെയും ദൈവനെ സ്നേഹിച്ച് സുവിശേഷം കേൾപ്പിച്ചുകൊണ്ടേയിരിക്കും, രക്ഷിക്കപ്പെട്ട അവസരം കൊടുത്തുകൊണ്ടേയിരിക്കും. അവന്റെ അന്ത്യശ്വാസം പോകുന്നവരെ സ്വീകരിച്ചില്ലെങ്കിൽ മാത്രമേ അവൻ ന്യായവിധി ഉണ്ടാകത്തുള്ളൂ. അതുവരെയും ദൈവത്തിന് സ്നേഹം അവനെ പിൻപറ്റും. ഇവിടെ ഈ സോദോം ഗോമോറയെ ശിക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചു. പാപത്തെ ശിക്ഷിക്കാൻ ദൈവം തീരുമാനിച്ചു. അങ്ങനെയുള്ളപ്പോൾ അവിടെ ഒരു നീതിമാനായ ലോത്തും കുടുംബമുണ്ട്. അവനെ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ അവിടെ താമസിപ്പിച്ചുകൊണ്ട് ലോകത്തെ നശിപ്പിക്കുവാനായിട്ട് സാധിക്കത്തില്ല. ആ ദൈവത്തിന് അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ദൂതന്മാരെ അയച്ചിട്ട് പറഞ്ഞു, ആ ലോത്തിനെ കുടുംബത്തെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അവർക്ക് പോകാൻ ഒരു സ്ഥലം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു. അവിടേക്ക് ലോത്തും കുടുംബവും പോകാനായിട്ട് പുറപ്പെടുക, അവരെ അവിടെ നിന്ന് മാറ്റുക. ഒരു വാക്യം വായിച്ച് 22-ാമത്തെ വാക്യം, വേഴ്സ് 22, 22-ാമത്തെ വാക്യം. അവിടെ പറയുന്ന വാക്കല്ല, 19:22. ബന്ധപ്പെട്ട് അവിടേക്ക് ഓടിപ്പോകാം, നീ അവിടെ എത്തുവോളം എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. നീ അവിടെ എത്തുവോളം എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ആ വാക്ക് വളരെ അടിവരയായിട്ട് സൂക്ഷിക്കേണ്ട വാക്കാണ്. സോദോം ഗോമോറയെ ദൈവം നശിപ്പിക്കാൻ പോവുക, ഉന്മൂലനാശം ചെയ്യാൻ പോവുക. പിന്നെ ആ സ്ഥലമില്ല, അവിടുത്തെ ആൾക്കാരുമില്ല. അത് ചെയ്യുന്നതിന് മുമ്പ് നീതിമാനായ ലോത്തിനോട് പറയാ, നീ നീതിമാനാ, നീ എന്റെ മകനാ, നീ ഇവിടുന്ന് പുറപ്പെടുക, നീ അവിടെ എത്തുവോളം എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നെ പ്രിയമുള്ളവരെ, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നുവെന്ന് അനേക വർഷങ്ങളായിട്ട് നമ്മൾ പിതാക്കന്മാർ പ്രസംഗിച്ച് അവരൊക്കെ കടന്നുപോയി. ഞങ്ങളൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കുറെ കഴിയുമ്പോൾ കടന്നു പോകും. കർത്താവ് എപ്പോഴും അറിയത്തില്ല. കർത്താവ് വരും, സംശയമില്ലാത്ത കാര്യമാണ്. കർത്താവ് വരുന്നതിന് മുൻപ് രക്ഷിക്കപ്പെട്ടോണം. കാരണം കർത്താവ് വന്നാൽ രക്ഷിക്കപ്പെട്ടവരെ കൊണ്ട് പോകാനായിട്ട് വരുന്നത്. അത് കഴിഞ്ഞാൽ ഒരു ന്യായവിധിയുണ്ട്. വിശ്വാസികൾ എടുത്തുകൊള്ളപ്പെട്ടാൽ ഒരു ന്യായവിധി ഇവിടെ ഉണ്ട്. ഇവിടെ പറയുക, നീ അവിടെ എത്തുവോളം എനിക്ക് ഈ ദേശത്ത് ന്യായം വിധിക്കുവാൻ കഴിയില്ല. ദൈവം ലോകത്തെ ന്യായം വിധിക്കുവാൻ പോകുക. അതിനു മുമ്പ് ലോകത്തിലെ സകല മനുഷ്യർക്കും ഏതെങ്കിലും നിലയിൽ സുവിശേഷം കേൾക്കുവാൻ അവസരങ്ങൾ ദൈവം കൊടുത്തുകൊണ്ടേയിരിക്കും. ഞാൻ പിന്നെ പറയട്ടെ, ഈ ദേശത്തിന്റെ പേര് പറഞ്ഞു പറയട്ടെ, കണ്ണാട്ടുമോടി സ്വദേശികളെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ലോകത്തെ ന്യായം വിധിക്കുവാൻ, നീതിയോട് ന്യായം വിധിക്കുവാൻ കർത്താവ് എത്രയും പെട്ടെന്ന് വരുവാൻ പോകുക. അതിനു മുമ്പ് പറയുന്നു, നീ ഇവിടുന്ന് മാറ്റപ്പെടണം എന്റെ സന്നിധിയിലേക്ക്. നമ്മളെ ഇവിടുന്ന് മാറ്റാതെ, വിശ്വാസിയെ മാറ്റാതെ ദൈവം ലോകത്തെ ന്യായം വിധിക്കത്തില്ല. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൽ ജീവിക്കുന്നവർക്കുണ്ടാകുന്ന കഷ്ടത്തിൽ നിന്ന് ഞാൻ നിന്നെ കാക്കും എന്ന് പറഞ്ഞാൽ, ഇവിടെ കഷ്ടമുണ്ടാകുമ്പോൾ, ന്യായവിധി ഉണ്ടാകുമ്പോൾ ഒരൊറ്റ വിശ്വാസി പോലും ഈ ഭൂമിയിൽ കാണത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ തിരിഞ്ഞേൽക്കും, ജീവിച്ചിരിക്കുന്നവരെ രൂപാന്തരപ്പെടും. നാം ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. കർത്താവിന്റെ വരവെങ്കിൽ സംഭവിക്കാൻ പോകുന്ന രണ്ട് കാര്യം: ഒന്ന്, ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരെ എല്ലാവരും ഉയർക്കുവാൻ പോകുക. ക്രിസ്തുവിൽ മരിച്ചവർ മാത്രമേ ആ സമയത്ത് ഉയർക്കത്തുള്ളൂ. ഞാൻ ആ കാര്യം കൂടി വ്യക്തമായിട്ട് പറയട്ടെ. ഈ ഭൂമിയിൽ ജനിച്ച സകല മനുഷ്യരും പാപികളായി മാത്രം ജനിച്ചതുകൊണ്ട്, പാപിയായി ജനിച്ച് പാപിയായി ജീവിച്ച് പാപിയായി മരിച്ചാൽ അത് ക്രിസ്തുവിൽ മരിച്ചവനല്ല.
ക്രിസ്തുവിലല്ല മരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് ക്രിസ്തുവിന്റെ വരവെങ്കിൽ ഉയർക്കത്തില്ല, പിന്നീട് ന്യായവിധിക്കായിട്ട് മാത്രമേ ഉയർക്കത്തുള്ളൂ. എന്നാൽ യേശുവിനെ കർത്താവ് സ്വീകരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ മരിക്കുമ്പോൾ അവർ മരിച്ചത് ക്രിസ്തുവില. കാരണം എന്നാ? ജനിച്ചത് ക്രിസ്തുവിലാണ്, ജീവിച്ചത് ക്രിസ്തുവിലാണ്, മരിച്ചത് ക്രിസ്തുവില. കർത്താവിന്റെ വരവെങ്കിൽ ആ ശബ്ദം കേൾക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും. ശേഷിക്കുന്ന വിശ്വാസികൾ എല്ലാവരും ശരീരത്തിന് രൂപാന്തരം ഉണ്ടാവുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. പൗലോസ് പറഞ്ഞു, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മരക്ഷ സാധിച്ചെങ്കിൽ ശരീരത്തിന്റെ രക്ഷ സാധിക്കുവാൻ പോകുക, ആ വീടുകൾ നടക്കാൻ പോകുക എന്ന് താൻ പറഞ്ഞു. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വ ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുവാൻ പോകുക, പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ പോകുക, സകല രോഗങ്ങളും മാറാൻ പോകുക. വിടിക്കുന്ന വിശ്വാസികൾ അനേകരും രോഗവും വേദനയും കഷ്ടപ്പാട്ടിൽ വിടിയിക്കുന്ന പലരുണ്ടല്ലോ. എന്നെ കേൾക്കുന്ന പറയുപോലെ നമ്മുടെ സകല പ്രശ്നങ്ങളും കർത്താവിന്റെ വരവെങ്കിൽ തീരാൻ പോകുക. നാം മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കും, ജീവിച്ചിരിക്കുകയാണെങ്കിൽ രൂപാന്തരപ്പെടും. അങ്ങനെ നാം എടുത്തുകൊള്ളപ്പെടും. നാം അവിടെ എത്തുവോളം ദൈവത്തിന് ഭൂമിയെ ന്യായം വിധിക്കാൻ സാധിക്കത്തില്ല. ലോകത്തിനോട് പറഞ്ഞു, നിങ്ങളോട് എത്തുവോളം എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇന്ന് ദൈവം ഭൂമിയെ ന്യായം വിധിക്കാതിരിക്കുന്നത് വിശ്വാസികളായ നാം ഭൂമിയിലുള്ളത് കൊണ്ടാ. ഞാൻ പറയട്ടെ, ദേശനിവാസികളെ, ദൈവം ഭൂമിയെ ന്യായം വിധിക്കാതിരിക്കുന്നത്, രക്ഷിക്കപ്പെടാത്തവർ ന്യായം വിധിക്കാതിരിക്കുന്നത്, രക്ഷിക്കപ്പെട്ടവര് ഭൂമിയിൽ ശേഷിക്കുന്നത് കൊണ്ടാ. ഞങ്ങളെല്ലാവരും ഒരു ദിവസം ഇവിടുന്ന് പോകും, സംശയമില്ലാത്ത കാര്യമാണ്, ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങൾ മരിച്ചാൽ ആ നിമിഷം അവിടെ എത്തും, സ്വർഗത്തിലെത്തും. മരിച്ചില്ലെങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ രൂപാന്തരപ്പെട്ട് എല്ലാവരും എടുത്തുകൊള്ളപ്പെടും. പാട്ടൊക്കെ പാടി നിങ്ങൾ കേട്ടല്ലോ, പ്രത്യാശയുടെ പാട്ടാണ് ഞങ്ങളൊക്കെ പാടിയത്. ഞങ്ങൾക്ക് ആ പ്രത്യാശ ഉണ്ട്. ഞങ്ങളെല്ലാവരും ഒരിക്കലും ഇവിടുന്ന് പോകും. പിന്നെ രക്ഷിക്കപ്പെടാത്തവര് ആഗ്രഹിച്ചാലും വചനം കേൾക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. ആ സാഹചര്യത്തിലേക്ക് വരാതെ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും ഈ രക്ഷ സ്വന്തമാക്കുവാൻ ദൈവം സഹായിക്കട്ടെ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ചും കർത്താവ് ഒരു വാക്ക് പറഞ്ഞായിരുന്നു. നോഹയെ കുറിച്ച് മാത്രമല്ല, ലോത്തിനെ കുറിച്ച് പറഞ്ഞു. ആ വാക്ക് നമുക്ക് വായിക്കാം. ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായം. ലൂക്കോസ് 17-ൽ കർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്നത് 28-ാമത്തെ വാക്യം. 28. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ടും വിട്ടും നട്ടും പണിതും പോന്നു. എന്നാൽ ലോകത്ത് സ്വതം വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധവും പെയ്തു എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ഇവിടെ പറഞ്ഞിരിക്കുന്നതും ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ കാലത്ത് ഉണ്ടാകുന്ന കർത്താവ് പറഞ്ഞു. കർത്താവ് ഈ രണ്ട് സംഭവങ്ങളെ ഒന്ന് വിലയിരുത്തി അതിനെ ഒന്ന് എന്താ പറയുന്നത്, ഒന്ന് നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുക. ആ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. നോഹയുടെ കാലത്തെ കാര്യം ഓർമ്മയുണ്ടല്ലോ, ലോത്തിന്റെ കാലത്തെ കാര്യം ഓർമ്മയുണ്ടല്ലോ. അതുപോലെ തന്നെ തന്റെ വരവെങ്കിൽ സംഭവിക്കുമെന്ന് താൻ ഉറപ്പാക്കി കൊടുക്കുക തന്നെ കേട്ടവരോട്. ആ കേട്ടവര് എഴുതി നമുക്ക് രേഖയാക്കി തന്നു. ഇന്ന് ഈ ദേശത്ത് ആ കാര്യം ഒരു പ്രാവശ്യം കൊണ്ട് വിളിച്ചു പറയുവാൻ ദൈവാത്മാവ് സഹായിക്കുന്നു. എന്തെന്നറിയാമോ? അവർ വിറ്റു, നട്ടു, കൃഷി ചെയ്തു, ആഹാരം കഴിച്ചു, പല കാര്യം ചെയ്തു, അങ്ങനെ പോവുക. അവിടെ ആ വാക്കൊന്ന് ശ്രദ്ധിച്ച് ഒന്ന് വായിച്ച്, ഒരു വാക്കതിനകത്ത് ശ്രദ്ധിക്കാനുണ്ട്. 22-ാം വാക്യം. ലോകത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ടും വിറ്റു നട്ടും പണിതു. ഇതിനകത്തൊരു കാര്യം കുറവുണ്ടല്ലോ മുമ്പ് പറഞ്ഞതിനകത്ത്. നോഹയുടെ കാലത്ത് പറഞ്ഞതിനേക്കാളും ഒരു കാര്യം കുറവുണ്ട്. വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും അതിവിടെ ഇല്ല. എന്തെന്നറിയാമോ? ഈ കാലം വന്നപ്പോഴത്തേക്ക് വിവാഹം ഒരു പ്രശ്നമല്ലാതെ വന്നു. തീർത്തും ദുർനടപ്പായിരുന്നു. അത്ര കഠിനമായി ലോകം അധപ്പതിച്ചു. എവിടെ അധപ്പതനം ഉണ്ടാകുന്നുവോ, എവിടെ പാവം വർദ്ധിക്കുന്നുവോ അവിടെ ശിക്ഷ ഉണ്ടാകും, സംശയമില്ല. ഇന്നത്തെ സാഹചര്യം എങ്ങനെയാ? വിവാഹം എന്ന് പറയുന്നതിന് ഇന്ന് പ്രാധാന്യമുണ്ടോ? ആണും പെണ്ണും ആയിരുന്നു പണ്ട് വിവാഹം കഴിച്ചിരുന്നത്, നമുക്കറിയാമല്ലോ. ആണും പെണ്ണും നമ്മളൊക്കെ പണ്ട് പറഞ്ഞിരിക്കുന്നത് ചെറുക്കനും പെണ്ണും എന്നാ. ചെറുക്കനും പെണ്ണും. ഇപ്പൊ ആരാ വിവാഹം കഴിക്കുന്നത്? പെണ്ണും വിവാഹം കഴിക്കുന്നു, ആണും വിവാഹം കഴിക്കുന്നു. മ്ലേച്ഛമായ കാര്യമാണ്. അത് സർക്കാർ പോലും സമ്മതിക്കുക, കോടതി സമ്മതിക്കുക, പല സമുദായങ്ങളും സമ്മതിക്കുക. നിശ്ചയമായിട്ട് ന്യായവിധി ഉണ്ടാകും. ആരൊക്കെ സമ്മതിച്ചോ അവരൊക്കെ ദൈവത്തോട് കണക്ക് പറയേണ്ടി വരും. അത്രമാത്രം മ്ലേച്ഛമായ കാര്യം നടക്കുക. എന്റെ പ്രിയമുള്ളവർ, ഞാൻ കാര്യം പരസ്യമായിട്ട് പറയാൻ കാരണമുണ്ട്. കർത്താവിന്റെ വരവെടുത്തിരിക്കുന്നു, സംശയമില്ല. പണ്ട് കേട്ടതുപോലെ അല്ല. ഇനി എന്ത് നടക്കാനുള്ളത്? ഒന്നും നടക്കാനില്ല. അത്രമാത്രം മ്ലേച്ഛമായി കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അവിടെ വായിക്കുന്നത്, ലോത്തിന്റെ കാലത്ത് തിന്നു കുടിച്ചു നട്ടു വളർത്തി
വീട് വെച്ചു പാർത്തു എന്നുള്ളതല്ലാതെ കല്യാണത്തിന് പോലും പ്രാധാന്യമില്ലാത്ത സാഹചര്യം വന്നു. ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ പറയും ഏറ്റുപടുത്തിരിക്കുക. ദേശവാസികളെ, ശബ്ദം കേൾക്കുന്നവരെ സ്നേഹത്തോടെ പറയട്ടെ, കർത്താവ് വന്നാൽ നിങ്ങൾ കൈവിടപ്പെടും, രക്ഷിക്കപ്പെടത്തിൽ കൈവിടപ്പെടും. യാതൊരു സംശയമില്ല. ഇവിടെ സഭ ഏതാണ്, മതമേതാണ്, ജാതി ഏതാണ്, ഭാഷ ഏതാണ്, ഒന്നും ദൈവത്തിന് വിഷയമല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവം മനുഷ്യനെ പരിപാലിക്കുന്നു, ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു, ദൈവം മനുഷ്യന് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ജീവിക്കുന്നു. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ദൈവത്തിന് മുമ്പാകെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നുമില്ല. ദൈവം എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് എല്ലാവരും വ്യാഴാഴ്ച കാട്ട കാര്യം ഓർമ്മയുണ്ടല്ലോ, എല്ലായിടത്തും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. ഇത് അനുസരിച്ചേ മതിയാകത്തുള്ളൂ. ഇതനുസരിക്കാതെ യാതൊരു രക്ഷിക്കപ്പെടാനായിട്ട് വേറെ യാതൊരു മാർഗവും ഇല്ല. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ആകാശത്തിന്റെ കീഴെ ഭൂമിയിൽ മനുഷ്യരുടെയിൽ വേറെ യാതൊരു നാമമില്ല, ഇതുപോലെ നാമം ഉണ്ടായിട്ടുമില്ല, ഉണ്ടാകുമില്ല. യേശുക്രിസ്തുവിന്റെ ജനന, ജീവിത, മരണ, അടക്കപുനരുത്ഥാനം ഇത് നിസ്തുല്യം. ഞങ്ങള് ധൈര്യമായിട്ട് സന്തോഷത്തോടെ പ്രസംഗിക്കുന്നതിന്റെ കാരണം ഇതൊരു കഥയല്ല, ഇതൊരു ചരിത്ര വസ്തുതയാ, സംഭവമാ. ലോകം ഒരുപോലെ അംഗീകരിച്ച കാര്യമാണ്. ഇന്നലെ ദുഃഖവെള്ളിയാഴ്ച അംഗീകരിച്ചത്, ആഘോഷിച്ചത് ചുരുക്കം പേരല്ല, ലോകം മുഴുവനാ. നാളെ ആഘോഷിക്കാൻ പോയ യേശുവിന്റെ ഉയർപ്പ്, ഇത് ആഘോഷത്തോടെ നിൽക്കട്ടെ. സംഭവം നടന്നതാ. വെള്ളിയാഴ്ച മരണം, ഞായറാഴ്ച ഉയർപ്പ്, ഇത് 1-2 പേരുടെ ചിന്തയുടെ കാര്യമല്ല. ലോകമെല്ലാം ഒരുപോലെ അംഗീകരിച്ച ഒരു ചരിത്ര സംഭവമാണ്. ഇതിനെ എതിർക്കുവാൻ ആർക്കും ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. യേശു ജനിച്ചില്ലെന്നോ, ജീവിച്ചില്ലെന്നോ, മരിച്ചില്ലെന്നോ, ഉയർത്തില്ലെന്നോ തെളിയിക്കുവാൻ ലോകത്തിൽ ആർക്കും കഴിഞ്ഞിട്ടില്ല. പലരും അന്നു ഇന്നു വരെ ശ്രമിച്ചിട്ടും ആ ശ്രമം പരാജയപ്പെടുക അല്ലാതെ എല്ലാവരും ശ്രമം പരാജയപ്പെട്ട് മുട്ടുമടക്കിയവരാ. എന്നാൽ കർത്താവിന് മുമ്പാകെ യേശുവെ ഞാൻ എങ്കിലും കർത്താവ് സ്വീകരിക്കുന്നത് പറഞ്ഞ് ആര് മുട്ടുമടക്കുന്നുവോ അവർക്ക് അവിടെ ചെന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കും. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുക. ലളിതമായ നിലയിൽ സത്യസുവിശേഷം യഥാർത്ഥമായിട്ട് സംസാരിക്കുവാൻ ദൈവം ഒരു അവസരം തന്നു, കേൾക്കുവാൻ ദൈവം ഒരു അവസരം തന്നു. വിശ്വാസത്തോട് പറയട്ടെ, അവൻ നമ്മളെ മക്കളാക്കിയതുകൊണ്ട് നമുക്ക് യോഗ്യതയില്ലായിരുന്നു, യോഗ്യത തന്ന മക്കളാക്കിയതുകൊണ്ട് നാം അനുസരണത്തോടെ ജീവിക്കണം, നിഷ്കളങ്കത ജീവിക്കണം. അവനെ പറ്റുന്ന പ്രിയ മക്കളായിട്ട് അവനെ പിൻപറ്റണം. നിശ്ചയമായിട്ടും നമ്മളെ അവൻ ആദരിക്കും. ന്യായമായ പ്രതിഫലം കർത്താവ് നമുക്ക് തരും. ഇതുവരെയും യേശുവിനെ കർത്താവ് സ്വീകരിക്കാത്തവരോട് പറയട്ടെ, യേശുവിനെ കർത്താവ് സ്വീകരിക്കാതെ യാതൊരു നിവൃത്തിയുമില്ല, സ്വർഗത്തിൽ പ്രവേശിപ്പാൻ കഴിയത്തില്ല, നിത്യമായ നരകത്തിന്റെ അവകാശിയായി തീരും. ഈ ശബ്ദം കേട്ടവർക്ക് ആരെങ്കിലും നരകത്തിന് അവകാശിയായി തീർന്നാൽ ദൈവം ഈ ഉത്തരവാദിയല്ല, ഞങ്ങളും ഉത്തരവാദികളല്ല. ലളിതമായി ശക്തമായും ശരിയായ ഭാഷയിൽ ഈ ദേശത്തെ ഈ സുവിശേഷം കഴിഞ്ഞ 4 ദിവസമായിട്ട് ഘോഷിച്ചു. അത് ദൈവത്തിന്റെ സ്നേഹമാണ്. ദൈവം സ്നേഹിക്കുന്നതുകൊണ്ടാണ് കേൾക്കുവാനും പറയുവാനും അവസരം തന്നത്. ഈ സ്നേഹത്തെ കടന്നുപോയാൽ, അനുസരിക്കാതിരുന്നാൽ ദൈവത്തിന് മറ്റൊരു സ്വഭാവം കൂടി ഉണ്ട്. ദൈവം സ്നേഹിക്കുന്നതിന് മാത്രമല്ല, അവൻ നീതിയുള്ള ന്യായാധിപതിയാണ്. അവൻ ആ കാര്യം നിശ്ചയമായിട്ട് ചെയ്യുമെന്നുള്ള സംശയമില്ലാത്ത കാര്യം. ഞാൻ ഒരു സംഭവം കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. വിദേശ രാജ്യത്ത് ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കുതിര സവാരി ചെയ്യുന്നു. കുതിരയെ ഓടിക്കാൻ പഠിക്കുന്നതേ ഉള്ളൂ, നന്നായി പഠിച്ചില്ല. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താൻ കുതിരപ്പുറത്തുനിന്ന് വീണു, പിടിവിട്ട് ഇങ്ങനെ അതിന്റെ കയറെ പിടിച്ചിരിക്കുക. കുതിര അവനെ വലിച്ചുകൊണ്ട് ഓടിക്കൂടെ ഓടുന്നു. അതിലെ നടന്നു വന്ന ഒരു മനുഷ്യൻ ആ കുതിരയെ കടന്നു പിടിച്ച് തനിക്കൊരല്പം ബുദ്ധിമുട്ടുണ്ടായെങ്കിലും ഈ ചെറുപ്പക്കാരനെ രക്ഷിച്ചു. അവന് വലിയ മുറിവുകളൊക്കെ ഉണ്ടായി, ബുദ്ധിമുട്ടുണ്ടായി. അവനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ആവശ്യം ചികിത്സ ചെയ്തു. അവനെ ഭവനത്തിലേക്ക് വിട്ടു. ഒരു വാക്ക് പറഞ്ഞു ആ ചെറുപ്പക്കാരനോട്, വളരെ സൂക്ഷിക്കണം, നന്നായിട്ട് കുതിരയെ റൈഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞ ശേഷമേ ഈ സ്ഥലങ്ങളിൽ സ്ഥലത്ത് വന്നിട്ട് ഓടിക്കാവൂ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഗ്രൗണ്ടിൽ പോയി അതിന് സഹായത്തോടെ വേണം പഠിക്കാൻ എന്ന് പറഞ്ഞ് ഒരു ഗുണദോഷം പറഞ്ഞ് അവനെ വിട്ടു. അവന് കുറെ കഴിഞ്ഞു, സൗഖ്യമായി, ക്ഷേമമായി, സമാധാനമായി. അവൻ വീണ്ടും ഇതുപോലെ കുതിരപ്പുറത്ത് ഒരു യാത്ര ചെയ്തു. പഠിക്കുന്നതിന് മുമ്പ്, നല്ല അഭ്യാസമാകുന്നതിന് മുമ്പ് അതിലേക്ക് കടന്നുപോയ ഒരു കുട്ടിയെ കുതിര ഇടിച്ച് തെറിപ്പിച്ച് വീഴ്ത്തി ആ കുട്ടി മരിച്ചുപോയി. കൊലപാതകൻ എന്ന പേര് തനിക്കുണ്ടായി. തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു, ചോദ്യം ചെയ്തു. കുറ്റം കോടതിയിൽ അവനെ കൊണ്ടുവന്നു. ജഡ്ജി അവനോട് കാര്യങ്ങൾ ചോദിച്ചു. കുറ്റക്കാരനെ തെളിഞ്ഞു.
കുറ്റക്കാരൻ തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവനെ കൊല്ലുവാൻ തന്നെ കോടതി തീരുമാനിച്ചു. ഒരാളെ കൊന്നതുകൊണ്ട് അവനും മരണത്തിന് യോഗ്യനാണെന്ന് കോടതി തീരുമാനിച്ചു. കോടതി ചോദിച്ചു, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? അവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. സാധാരണ ഒരു അവസരം കൊടുക്കുമല്ലോ കൊലക്കെട്ട് വിളിച്ചു കഴിയുമ്പോൾ. അവൻ വളരെ ദയനീയമായിട്ട് ജഡ്ജിയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ അങ്ങേ എവിടെയോ കണ്ട് ഓർക്കുന്നു, പക്ഷെ എവിടെയാണെന്ന് നല്ല ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജഡ്ജി ഉടനെ പെട്ടെന്ന് മറുപടി പറഞ്ഞു, എനിക്ക് നിന്നെ ഓർമ്മയുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ് കുതിര സവാരി ചെയ്തപ്പോൾ താഴെ വീണ് കയറ് വലിച്ചുകൊണ്ട് പോയ സമയത്ത് ഞാൻ നടന്നു വരികയായിരുന്നു റോഡിലൂടെ. എൻ്റെ ജോലി കഴിഞ്ഞ് എൻ്റെ ഔദ്യോഗിക വസ്ത്രം അഴിച്ചു വെച്ച് ഞാൻ ഈവനിങ് വാക്കി നടന്നപ്പോൾ വരുമ്പോഴാണ് നിന്നെ കാണുന്നത്. ഞാൻ നിന്നെ കൈപിടിച്ചു, നിന്നെ സഹായിച്ചു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടാക്കി. ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു, നീ അതനുസരിച്ചില്ല. പിന്നെ നീ ഇതുപോലെ തന്നെ ചെയ്തു. അത് മുഖാന്തരം ഒരാളുടെ മരണത്തിന് ഇടയായി. അപ്പോൾ അവൻ കൈകൂപ്പി പറഞ്ഞു, സാറേ ക്ഷമിക്കണം, അബദ്ധം പറ്റിപ്പോയി, ഞാൻ മേലെ അങ്ങനെ ചെയ്യത്തില്ല. അദ്ദേഹം എന്താ പറയുന്നറിയാമോ? അന്ന് എനിക്ക് ഈ വസ്ത്രമില്ലായിരുന്നു. ഈ ന്യായാധിപന്റെ കോട്ട് ഞാൻ അഴിച്ചു വെച്ചിട്ട് രക്ഷകനായിട്ടാണ് നിനക്ക് അന്ന് പ്രത്യക്ഷപ്പെട്ടത്. ഞാൻ നടന്നു പോകുമ്പോൾ ഉണ്ടായ സംഭവത്തിൽ ഞാൻ രക്ഷിക്കുവായിരുന്നു, അന്ന് നിന്റെ രക്ഷകനായിരുന്നു. ഇന്ന് ഈ കോട്ടിട്ടിരിക്കുന്നതുകൊണ്ട് നിന്നെ വെറുതെ വിടാൻ നിവൃത്തിയില്ല. പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. കർത്താവ് മഹത്വം മാറ്റിവെച്ചിട്ട് രക്ഷകനായിട്ട് ഭൂമിയിലേക്ക് വന്നു, രക്ഷകനായി വന്നു, സാധാരണക്കാരനായിട്ട് വന്നു. മനുഷ്യപുത്രൻ ശുശ്രൂഷ ഏൽക്കുവാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കൂടി ജീവനെ മറുപടിയായി കൊടുക്കുവാൻ. കർത്താവ് ചെയ്യാതിനപ്പുറം കർത്താവ് ചെയ്തു, അപ്പുറം ചെയ്തു. ഇതൊന്നും ചെയ്യാനില്ല. കൃഷിക്കൊള്ളിന്റെ അവസാനം പറഞ്ഞു, സകലവും നിവൃത്തിയായി. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവം അത്രമാത്രം ശ്രേഷ്ഠമാണ്. അവൻ ചൊരിഞ്ഞ രക്തം കൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് മോചനമുണ്ട്. യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. രക്തത്തിരിച്ചല്ലാതെ പാപത്തിന് മോചനമില്ല. അത് കർത്താവ് പൂർത്തിയാക്കി. ആ കർത്താവ് ഇനി വരാൻ പോകുന്നത് രക്ഷകനായിട്ടല്ല, വിശ്വാസികളെ അങ്ങോട്ട് ചേർത്ത പിന്നെ അവൻ ന്യായാധിപനാ. നാട്ടുപൂട്ടി ദേശക്കാരോട് സ്നേഹത്തോട് പറയട്ടെ, ഇന്നും അവൻ രക്ഷകനാ. ഒരുപക്ഷെ നാളെ അവൻ ന്യായാധിപനായേക്കാം. അവൻ മുമ്പിൽ നിൽക്കാൻ ആർക്കും കഴിയത്തില്ല. അവൻ ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ ക്ഷമിക്കത്തില്ല. ആ സമയം കഴിയും. രക്ഷിക്കപ്പെടാനുള്ള സമയം ഇപ്പോഴാ. ഇന്ന് യേശുവിനെ കർത്താവ് സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് ദൈവത്തെ മക്കളെ തീരുവാൻ ഈ കേട്ട അതേ കേട്ട് എല്ലാവർക്കും ദൈവം വഴിയാക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് തലവണക്കാം, കണ്ണുകൾ അടയ്ക്കാം, ആത്മാർത്ഥമായിട്ട് ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. കേട്ട വചനം എന്റെ ജീവിതത്തിൽ എങ്ങനെയുണ്ട്? ഈ ശബ്ദം കേൾക്കുന്നവരിൽ ഇവിടെ ഇരിക്കുന്നവരോ, വെളിയിൽ നിൽക്കുന്നവരോ, ഭവനത്തിലിരിക്കുന്നവരോ, മീഡിയയിൽ കൂടെ കേൾക്കുന്നവരോ ആരുമാകട്ടെ, താങ്കൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കുക, യേശുവേ, അവിടുന്ന് എന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ക്രൂസിൽ മരിച്ച് ഭൂമിയിൽ അടക്കപ്പെട്ട് ജീവിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങനെ കർത്താവായി സ്വീകരിക്കുന്നു. എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, എന്നെ അവിടുത്തെ മകനാക്കി തീർക്കണമേ, മകളാക്കി തീർക്കണമേ. ഇന്ന് രാത്രി ആര് ഈ പ്രാർത്ഥന അങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും? ആ ഒരു പ്രാർത്ഥന ഉണ്ട്, വിശ്വാസത്തിലുള്ള പ്രാർത്ഥന ഉണ്ട്. നിശ്ചയമായിട്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ മക്കളായി തീരുവാൻ സാധിക്കും. മക്കളാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ വലിയൊരു ബഹുമാനം ലഭിക്കുകയും ചെയ്യും. ഇല്ലെങ്കിൽ കൈവിടപ്പെടും. ശബ്ദം കേട്ടാലും കൈവിടപ്പെടുകയാകരുത്. പ്രാർത്ഥനയോടെ തീരുമാനത്തോടെ മുൻപോട്ട് പോകുവാനായിട്ട് എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. വിശ്വാസത്തിലുള്ള നമുക്ക് മക്കളെന്ന പദവി ലഭിച്ചതുകൊണ്ട് ഈ കർത്താവിനെ ആവോളം പ്രസാദിപ്പിച്ച് ജീവിക്കാം. വിശ്വസ്തമായ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിന് വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ചില 4 ദിവസമായി അനുഗ്രഹീതമായിരിക്കുന്ന ആത്മീയമായിരിക്കുന്ന സന്ദേശം ഈ ദേശത്തോട് വിളിച്ചറിയിക്കാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. കഴിഞ്ഞ 1 വർഷമായിട്ട് ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് സമാപന ദിവസമാണല്ലോ. കഴിഞ്ഞ 3 ദിവസക്കാലവും ഞങ്ങളെ രക്ഷിച്ചതായിരിക്കുന്ന, നമുക്ക് പാപമോചനം നൽകിയ, നിത്യജീവൻ നൽകിയ കർത്താവിനെ വളരെ ശക്തിയോട് ദൈവദാസന്മാരിൽ കൂടി ഈ ദേശത്തോട് സംസാരിപ്പാനായിട്ട് കർത്താവ് കൃപ ചെയ്തു.
ശ്രീജി 1.5 വർഷമായിട്ട് കണ്ണാട്ടുമുടിയിലുള്ള ദൈവജനത്തോടുകൂടി ഇവിടെ ആരാധിക്കുകയും ഇവിടുത്തെ കർത്തൃവേലയിലുമായിരിക്കുന്നു. മരിയണിക്ക ബ്രദറൻ ചർച്ചിൽ നിന്നാണ് ഞാൻ കർത്താവിന്റെ വേലയ്ക്കായിട്ട് വേർതിരിഞ്ഞത്. കഴിഞ്ഞ 10 വർഷമായിട്ട് കർത്താവിന്റെ വയലും പ്രദേശത്ത് അധ്വാനിക്കുന്നു. അനേക സ്ഥലങ്ങളിൽ കേരളത്തിന്റെ 14 ജില്ലകളിലും 3 പ്രാവശ്യം സുവിശേഷമായിട്ട് കടന്നു പോകാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് കണ്ണാട്ടുമുടിയിലുള്ള സഭയോട് ചേർന്ന് ആത്മീയ പ്രവർത്തനങ്ങളിലും അതുപോലെ ഇവിടെ കർത്താവിന്റെ സേവിക്കുവാനും ആരാധിക്കുവാനും കർത്താവ് കൃപ ചെയ്യുന്നു. ഞങ്ങൾ ചുരുക്കം ചില പ്രിയപ്പെട്ടവരാണ് ഇവിടെ ഉള്ളത്. ഇന്ന് അനുഗ്രഹീതമായിരിക്കുന്ന ആത്മീയ സന്ദേശം അറിയിച്ച കർത്താവിന്റെ ദാസൻ ടി വർഗീസ് കല്ലിശ്ശേരി ചില നാളുകളായി ഇവിടെ ബൈബിൾ ക്ലാസ് എടുക്കുന്നു. ആഴമായിരിക്കുന്ന ആത്മീയ സത്യങ്ങൾ എല്ലാ വ്യാഴാഴ്ചയും 6:30 ഇവിടെ കർത്താവിന്റെ ദാസനിൽ കൂടി ഞങ്ങൾ സഭയായിട്ട് ശ്രമിക്കുന്നു. ഇവിടെ കടന്നു വന്ന ആർക്കെങ്കിലും ഈ ബൈബിൾ ക്ലാസ്സിലേക്ക് കടന്നു വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ പ്രിയപ്പെട്ടവരെ വളരെ സ്നേഹത്തോട് ആദരവോടുകൂടി ഞങ്ങൾ ക്ഷണിക്കുന്നു. ഈ 4 ദിവസത്തെ സുവിശേഷ യോഗത്തിന്റെ ഇതിന്റെ പിന്നിലെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ സഭയായിട്ടാണ് ചെയ്തത്. പ്രത്യേകിച്ച് ഇവിടുത്തെ സുവിശേഷകന്മാരിൽ ഞങ്ങൾ 2 പേരാണ്. ഒരാളായിരിക്കുന്ന പ്രിയ റിജി ബ്രദർ ഈ പ്രവർത്തനങ്ങളിൽ സജീവമായി സഭയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. തന്റെയും കുടുംബത്തിന്റെയും സഹകരണം പ്രത്യേകിച്ച് സഭ എന്നുള്ള നിലയിൽ അത് നന്ദി രേഖപ്പെടുത്തുകയാണ്. തുടർന്നും അനുഗ്രഹീതമായിരിക്കുന്ന ശുശ്രൂഷകൾ, പരിസര ശുശ്രൂഷകൾ, ഭവന സന്ദർശനങ്ങളൊക്കെ ഈ ദേശത്ത് സഭയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഞങ്ങളോട് സഹകരിച്ച നല്ലവരായിരിക്കുന്ന എല്ലാ ദേശനിവാസികളെയും ഞങ്ങൾ നന്ദിയെ സ്നേഹവും അറിയിക്കുന്നു. ഇതിന് സാക്ഷ്യം തന്ന പോലീസ് അധികാരികൾ, ഇതിന്റെ ഞങ്ങൾക്ക് വാഹനം പാർക്ക് ചെയ്യുവാനായിട്ട് ചില ഭവനങ്ങൾ തുറന്നു വന്നു, അവരോടുമൊക്കെയുള്ള നന്ദിയും സ്നേഹവും ഈ ഭരണത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. അല്പനേരം ഞങ്ങളെ ശ്രമിച്ച ഈ ശുശ്രൂഷയെ സംബന്ധിച്ച കടന്നു വന്ന എല്ലാ സ്ഥലസഭയിലുള്ള ദൈവമക്കളെയും ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവത്തിന്റെ വലിയൊരു നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ഈ രാത്രിയിലും നമുക്ക് ആധികാരികമായ ദൈവിക തിരുവെഴുത്തുകളെ അടിസ്ഥാനമാക്കി ദൈവത്തിന് കേൾക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. വിശേഷാൽ ഈ സഭയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷകന്മാരെയും പ്രാർത്ഥനയിൽ ഓർക്കാം. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷൈൻ വർഗീസ് മഞ്ഞാടി കർത്തൃദാസൻ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. അനന്തരം ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതാണ്. ശുശ്രൂഷയ്ക്കായി കർത്തൃദാസനെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, നന്ദിയോടെ അടിയങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ 4 ദിവസം അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വിരുന്ന് അടിയങ്ങൾക്ക് നൽകിയല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളിലൂടെ കർത്താവെ, ആഴമേറിയ തിരുവചനത്തിലൂടെ അങ്ങ് അടിയങ്ങളോട് സംസാരിച്ചു. അതിനായി നന്ദിയോടെ അടിയങ്ങളെ സ്തുതിക്കുന്നു. കർത്താവെ, ഈ രാത്രിയിലും അടിയങ്ങൾ ആരാണെന്നുള്ള ബോധ്യം, അടിയങ്ങൾ ദൈവമക്കളാണെന്നുള്ള ഉത്തമ ബോധ്യം അടിയങ്ങൾക്ക് പകർന്നു തന്നത്, അടിയങ്ങൾ അങ്ങയുടെ പ്രിയ മക്കളാണെന്നുള്ള ആ സന്തോഷം ഹൃദയങ്ങളിൽ നിറച്ചതിനായിട്ട് നന്ദിയോടെ അടിയങ്ങളെ സ്തുതിക്കുന്നു. കർത്താവെ, നോഹയ്ക്ക് ആ പെട്ടകത്തിൽ കടക്കുവാനായിട്ട് കഴിഞ്ഞു. എന്നാൽ ഒരു പലകയുടെ അപ്പുറത്ത് ഒരുപാട് പേര് ഈ രക്ഷയുടെ പെട്ടകത്തിന് പുറത്തു നിന്ന ചിത്രം അടിയങ്ങൾ കണ്ടു. കർത്താവേ, ഈ നാളുകളിൽ കർത്താവായ യേശു എന്ന രക്ഷയുടെ പെട്ടകത്തിന് പുറത്തു നിൽക്കുന്നവർക്ക് കർത്താവെ, കൃപയുടെ വാതിൽ ഇനിയും അടഞ്ഞിട്ടില്ലല്ലോ. ആ വാതിലിലൂടെ അകത്ത് കിടക്കുവാൻ, നിത്യനാശത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ തരണമെന്ന് അടിയങ്ങളങ്ങോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇസ്രായേൽ മക്കൾ ചെങ്കടലിലൂടെ കടന്നത് അടിയങ്ങൾ കണ്ടു. കർത്താവെ, വിശാലമായ വഴിയിലൂടെ ആ മിസ്രയീം ജനം പോയി നാശത്തിലേക്ക് പോയപ്പോൾ
ദൈവം തുറന്ന വഴിയിലൂടെ കടന്നുപോയ ഇസ്രായേൽ ജനം രക്ഷയിലേക്ക് കടന്നു വന്ന ചിത്രം അങ്ങയുടെ ദാസനിലൂടെ അടിയങ്ങളെ കേൾപ്പിച്ചതിനായി കാണിച്ചതിനായി നന്ദിയോടെ അടിയങ്ങളെ സ്തോത്രം ചെയ്ത് നിർത്താവേ. ലോകത്തിൽ അടിയങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അടിയങ്ങൾക്ക് വിശാലതയില്ല, പലതിലും ഞെരുക്കമുണ്ട്, കഷ്ടതയുണ്ട്, പ്രയാസങ്ങളുണ്ട്, നിന്ദയുണ്ട്, പരിഹാസമുണ്ടെങ്കിലും കർത്താവേ രക്ഷയുടെ പ്രത്യാശയുടെ വഴി അടിയങ്ങൾക്കുള്ളതിനായി സ്തോത്രം. ലോത്ത് കർത്താവേ ആ സൊദോമിൽ നിന്ന് വിടുവിക്കപ്പെട്ട ചിത്രം അടിയങ്ങൾ കണ്ടു കർത്താവേ. ലോത്ത് അവിടെ ഉള്ളിടത്തോളം കാലം സൊദോം നശിക്കാതെ സ്വർഗം കാത്തു. കർത്താവേ ഈ ഭൂമിയിലായിരിക്കുന്ന ദൈവമക്കളാണല്ലോ ഈ ഭൂമിയുടെ അനുഗ്രഹം. അവരുള്ളിടത്തോളം കാലം സ്വർഗം ഈ ദേശത്ത് സൂക്ഷിക്കും. കർത്താവിന്റെ മക്കളെ സൂക്ഷിക്കുന്ന ആ വലിയ വിധങ്ങൾക്കായി സ്തോത്രം. അടിയങ്ങൾ ദൈവമക്കളായി ആ ഓർമ്മയോടെ, ആ ചിന്തയോടെ, ആ സന്തോഷത്തോടെ, ആ പ്രത്യാശയോടെ ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണം. ഇന്ന് തിരുവചനം കേട്ടതിൽ ആരെങ്കിലും ഹൃദയത്തിൽ കർത്താവേ എനിക്കും ദൈവ പൈതലായി തീരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് വരെയും ഞാൻ യേശുവിനെ ദൈവമെന്ന് വിളിച്ചുവെങ്കിൽ ഇന്നു മുതൽ എനിക്ക് അപ്പ എന്ന പിതാവേ എന്ന് വിളിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവേ അവരുടെ ഹൃദയത്തിൽ അങ്ങ് വസിക്കുകയും അവരെ അങ്ങയുടെ മക്കളാക്കി തീർക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾക്ക് നൽകിയ എല്ലാ സാവകാശത്തിനായും സ്തോത്രം. നല്ല കാലാവസ്ഥ തന്നു, നല്ല അന്തരീക്ഷം തന്നു, മൈക്കിനെ മറ്റ് സാഹചര്യങ്ങളെ അങ്ങ് അനുകൂലമാക്കി തന്നു. പാട്ടുകൾ പാടിയവരെ, വിവിധ ശുശ്രൂഷകൾ ചെയ്തവരെ, യാത്ര ചെയ്തവരൊക്കെ അങ്ങ് സൂക്ഷിച്ചു. പിതാവേ എല്ലാറ്റിനായും സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇപ്പോൾ അടിയങ്ങൾ സമാധാനത്തോടെ പിരിയുമ്പോൾ കേട്ടതുപോലെ ദൈവമക്കളെന്നുള്ള ഭാഗ്യത്തോടെ, സന്തോഷത്തോടെ, ആ സാക്ഷ്യത്തോടെ മടങ്ങിപ്പോവാൻ അടിയങ്ങളെ സഹായിക്കണം. കൃപയും സാന്നിധ്യവും കൂടെ ഇരിക്കണം. നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. അങ്ങയുടെ വചനം സംസാരിച്ച ദൈവദാസനെ ഓർത്ത് പിന്നെയും അടിയങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരൊക്കെ ശുശ്രൂഷയെ മാനിക്കുകയും കർത്താവിന് വേണ്ടി ഇനിയും കർത്താവിന് വേണ്ടി സാക്ഷ്യം പുലർത്തിക്കൊണ്ട് വീറോടെ നിൽക്കുവാൻ കൃപ നൽകുകയും ചെയ്യണമേ. മഹത്വം തിരുമേനിയെടുക്കണം യേശു കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും കൂട്ടായ്മയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കടന്നു വന്ന നമ്മുടെ ഓരോരുത്തരുടെ മേലും, വചനം ശുശ്രൂഷ കർത്താവിന്റെ ദാസന്റെ മേലും, ഇപ്പോഴും ഈ സഭയുടെ മേലും ഇപ്പോഴും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു.
ശോഭ